ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവർക്കും ഭഗവാന്റെ കൃപയും ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാനിപ്പോൾ നാളത്തേക്കുള്ള ഭാഗവതം ഇന്ന് രാത്രി 12 മണിക്ക് ഇടുന്നതിന് ഞാനിപ്പോൾ സമയം 9 മണി. ഇപ്പം ഞാൻ എടുക്കും. ഞാൻ ഇച്ചിരി മുന്നേ ഒരു ഭജന ഇട്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ മക്കള് ആരാ ഗീതാ നായരും സുലോചന അഖിലും ബിജുവൊക്കെ കണ്ട്. സന്തോഷം മക്കളെ. ഭജന അത് എല്ലാം നേരത്തെ കൂട്ടി കാണേണ്ടതോർത്ത് അങ്ങ് ഇട്ടതാണ്. കാരണം കുറച്ച് സമയമായിട്ട് 10-12 മിനിറ്റാണ്ടേ ഉള്ളു. അതുകൊണ്ട് അങ്ങ് യൂട്യൂബിലേക്ക് ഇട്ടപ്പം പെട്ടെന്ന് അങ്ങ് പോയി. കാരണം 12 മണിക്ക് ശേഷം എനിക്ക് ഇടാൻ പറ്റും രാത്രി. ഈ തോനെ എടുക്കുന്നൊന്നും ഇപ്പം പോകത്തില്ല. അതുമല്ല മറ്റെന്തെങ്കിലും ഞാനത് കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ ഈ യൂട്യൂബിലേക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല. ഞാൻ ഇന്നൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഉള്ള ചാർജ് അതിലേക്ക് പോയി. അപ്പോൾ എന്നാലും അത് അത്രയും പേരെങ്കിലും കണ്ടല്ലോ. ആ സമയത്തൊരു പ്രാർത്ഥനയല്ലേ, അതെല്ലാ മക്കളത് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കിട്ടതാണ്. ഞാൻ ചിലപ്പോൾ ഇതുപോലെ സന്ധ്യയ്ക്ക് നാമം ചെല്ലുമ്പോൾ എടുത്ത് വെറുതെയെങ്കിലും ഒന്ന് ഇത് എന്താ പറയുക, ഈ ഫോണിൽ പിടിച്ചെടുക്കും. അപ്പോൾ പിന്നെ അങ്ങ് ഇടാമെന്ന് കരുതും. അപ്പോൾ അങ്ങ് വന്നു. എന്തായാലും അത് 1-2 മക്കൾ 3 മക്കൾ കണ്ട് ഇപ്പം ഇത് എടുക്കും. 9 മണിയായി. ഇന്ന് ഗീതാ നായരും ബിജുവും സുലോചനാഖിലും അത് കണ്ടു. പിന്നെ രുക്മിണി മോഹൻ, പ്രസന്ന, നിർമ്മല പവിത്രൻ, ഈ ജഗദമ്മയുടെയും നിർമ്മല പവിത്രൻ്റെ ഓരോ വാക്കുകൾ അതിൽ ഉൾക്കൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ എനിക്ക് കമൻസ് ഇടുന്നത്. അങ്ങനെ എല്ലാ മക്കളും അങ്ങനെ എന്താണ് അതിൽ പറഞ്ഞ സാരങ്ങൾ ഇഷ്ടമുള്ള ചില ഭാഗങ്ങൾ കേൾക്കുമ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടും. അപ്പോൾ അത് ഇങ്ങനെ എഴുതുന്ന കമൻസ് എഴുതാൻ എന്തൊരു നല്ലതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കാം, അവർ മനസ്സിലാക്കിയല്ലോ. അതെനിക്കൊരു സന്തോഷമാണ്. അത് ഞാൻ ഭഗവാൻ എല്ലാവരെയും അർപ്പിക്കുന്നു. കാരണം അത് മനസ്സിലാക്കുന്നു എന്ന് ഉൾക്കൊണ്ട് അറിയുമ്പോൾ നമുക്കത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, അത് സന്തോഷം മക്കളെ. അങ്ങനെ ചെയ്യുക. നിർമ്മല പവിത്രനും എന്താ പറയുക, ഈ ജഗദമ്മയൊക്കെ അങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് ഇന്നതുപോലെ ഇപ്പോൾ ഗോപികമാരുടെ ഓരോ അനുഭവങ്ങൾ അത് അവരുടെ ചിന്തകളും എല്ലാം മനസ്സിലായപ്പോൾ നിർമ്മല പവിത്രനും അത് ആനന്ദം തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഉൾക്കൊള്ളുന്ന സമയം വരെ അതൊക്കെ ഒന്ന് ഇങ്ങനെ എഴുതുമ്പം നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം അതിൽ ഇഴിഞ്ഞിറങ്ങി എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാമം ചൊല്ലിയിട്ട് പിന്നെ ഇത് ഗോവിന്ദ നാമ സങ്കീർത്തനം കുറച്ച് ചൊല്ലാം. എല്ലാം ചൊല്ലാം ഒരുപാട് ഉണ്ട്, സമയം പോവും. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ, ഭക്തജന പ്രിയ ഗോവിന്ദ, പങ്കജലോചന ഗോവിന്ദ, ഭക്തജന പ്രിയ പങ്കജലോചന പരമാനന്ദ ഗോവിന്ദ, മത്സ്യകളേബര ഗോവിന്ദ, വത്സകപാലക ഗോവിന്ദ, മത്സ്യകളേബര വത്സകപാലക ശ്രീവത്സാങ്കിത ഗോവിന്ദ, ധർമ്മപരാശ്രയ ഗോവിന്ദ, കർമ്മവിനാശന ഗോവിന്ദ, ധർമ്മപരാശ്രയ കർമ്മവിനാശന കൂർമ്മതനോജയ ഗോവിന്ദ, ഹൃദകിടിമൂർത്തേ ഗോവിന്ദ, ഹൃദജഗദാർത്തേ ഗോവിന്ദ, ഹൃദകിടിമൂർത്തേ ഹൃദജഗദാർത്തേ ഹൃദശുഭകീർത്തേ ഗോവിന്ദ, നരഹരി വിഗ്രഹ ഗോവിന്ദ, നമിതാമരവര ഗോവിന്ദ, നരഹരി വിഗ്രഹ നമിതാമരവര
ഹതരിപു സഞ്ജയ ഗോവിന്ദ വാമനമൂർത്തേ ഗോവിന്ദ പാവന കീർത്തേ ഗോവിന്ദ വാമനമൂർത്തേ പാവന കീർത്തേ മോഹന കീർത്തേ ഗോവിന്ദ ഭർഗമുഖാശ്രയ ഗോവിന്ദ ഗർഗനിഷേവിത ഗോവിന്ദ ഭർഗമുഖാശ്രയ ഗർഗനിഷേവിത ഭാർഗവ രമ ഗോവിന്ദ ദശരഥ നന്ദന ഗോവിന്ദ ദശമുഖനാശന ഗോവിന്ദ ദശരഥ നന്ദന ദശമുഖനാശന ശതമുഖ സേവിത ഗോവിന്ദ ക്ഷീരവരായുധ ഗോവിന്ദ വാരിജലോചന ഗോവിന്ദ സ്ഥിരവരായുധ വാരിജലോചന കാരണ പുരുഷ ഗോവിന്ദ കൃഷ്ണകൃപാലയ ഗോവിന്ദ വൃഷ്ണികുലേശ്വര ഗോവിന്ദ കൃഷ്ണകൃപാലയ വൃഷ്ണികുലേശ്വര ജിഷ്ണു സുതസഖ ഗോവിന്ദ ദുഷ്കൃതനാശന ഗോവിന്ദ സൽകുലപാലക ഗോവിന്ദ ദുഷ്കൃതനാശന സൽകുലപാലക ഖഡ്ഗിശരീര ഗോവിന്ദ കമലാവല്ലഭ ഗോവിന്ദ കമലവിലോചന ഗോവിന്ദ കമലാവല്ലഭ കമലവിലോചന കലിമലമോചന ഗോവിന്ദ വസുദേവാത്മജ ഗോവിന്ദ വാസവമദഹര ഗോവിന്ദ വസുദേവാത്മജ വാസവമദഹര വസുധാവല്ലഭ ഗോവിന്ദ ചക്രഗദാധര ഗോവിന്ദ ശുക്രനിഷേവിത ഗോവിന്ദ ചക്രഗദാധര ശക്രനിഷേവിത നക്രമദാപഹ ഗോവിന്ദ നീരജലോചന ഗോവിന്ദ നീരദമേചക ഗോവിന്ദ നീരജലോചന നീരദമേചക നാരദ സേവിത ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ഉദ്ധവദൂത് പിന്നെ അതായത് ഉദ്ധവര് എന്താ ഗോപികമാരെ പറ്റി മനസ്സിലാക്കിയത്? ഉത്തമ പുരുഷങ്കൽ ഇത്തരം ഭക്തിയുള്ളവർ, പരമാത്മാവായ ശ്രീകൃഷ്ണനിൽ ഇത്രയും ഭക്തി ഉള്ളവര് ഉത്തമന്മാരിൽ വെച്ചിട്ട് ഉത്തമന്മാരാണിവർ, ഉത്തമന്മാരിൽ വെച്ചിട്ട് അതിനേക്കാൾ ഉത്തമന്മാരാണെന്നാണ്. വെറും ഉത്തമന്മാരല്ല, ഉത്തമന്മാരിലും ഉത്തമന്മാരാണ് എന്നവർ മനസ്സിലാക്കി. ഉദ്ധവർ മനസ്സിലാക്കി, അത്രമാത്രം ഭക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇത്തരം ഭക്തിയുള്ളവർ ത്രിലോകത്തിൽ ആരും ചിത്തത്തിലോർത്താലില്ല നിർണയമെന്ന് വന്നു. ഇത്രയും ഭക്തിയുള്ള ഈ 3 ലോകത്തിൽ വെച്ച് ഓർത്തിട്ട് ആർക്കും ഇത്ര ഉണ്ടായിട്ടില്ല. കേവലം നാരായണ ഭക്തിയില്ലാതെ വിപ്രർ അവരുടെ ജന്മം പാർത്താൽ നിഷ്ഫലം നൂനം. നാരായണ ഭക്തി ഇല്ലാത്ത ബ്രാഹ്മണർ എങ്ങനെ വരും? അവരുടെ ജന്മം ഓർത്താൽ എന്താ വരാ? ഭക്തി ഇല്ലെങ്കിൽ നിഷ്ഫലമാണ്, ഭഗവാനോട്ട് അടുക്കാൻ പറ്റില്ല. ഭഗവാനോട് ചേരണമെങ്കിൽ എന്തെല്ലാം കർമ്മങ്ങൾ യാഗങ്ങളൊക്കെ ചെയ്താലും ഭഗവാനോട് ചേരണമെങ്കിൽ ഭക്തി കൂടെ വേണം. കർമ്മം ചെയ്തുകൊണ്ട് ഇത് കിട്ടണമെന്നില്ല. ഭഗവാനോട് ഈ നമുക്ക് തന്നെ അറിയാം. നമുക്ക് അമ്മയും മക്കളുമായിട്ടുള്ള സ്നേഹം എങ്ങനെയാണ്? അമ്മയ്ക്ക് മക്കളോടും മക്കൾ അമ്മയോടും സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? അവിടെ അന്യര കണക്കല്ലേ. അമ്മയ്ക്ക് കുഞ്ഞിനോട്, സ്വന്തം മകനോടോ മകളോടോ ഉള്ള സ്നേഹം അതുപോലെ തന്നെയാണ് ആ കുഞ്ഞിന് അമ്മയോട്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്രമാത്രം എന്താ പറയുക, ആ ഒരു ബന്ധം അമ്മ മക്കൾ അതുപോലെയാണ് നമ്മുടെ ഭഗവാനും നമ്മുടെ ഈ ഭക്തരായ മക്കളും. അപ്പോൾ എന്താ അവിടെ അത്രമാത്രം സ്നേഹമാണ്. അത്ര ഇതുപോലെ അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇവിടെ. ഈ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അമ്മയ്ക്കായാലും മക്കൾക്കായാലും സ്നേഹമില്ലെങ്കിൽ യാതൊന്നും ഇല്ല. അത് അതിന് ഉദാഹരണം, മക്കൾ നന്നായി അമ്മമാരെയും വയസ്സ് ചെല്ലുമ്പം ഇഷ്ടംപോലെ കാര്യങ്ങളെല്ലാം എന്തെല്ലാം വേണമെങ്കിലും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അമ്മ സ്നേഹത്തോടെ ഒരു വാക്ക് പറയുകയോ എടുക്കുകയോ ചെയ്യാതെ എന്തെല്ലാം വാരി തലവഴിയെ കൊണ്ട് കൊടുത്താലും അതിനകത്തൊരു സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? കൊടുത്തെന്ന് യാതെങ്കിലും ഒരു ഉള്ളത്തിലൊരു വരത്തില്ല. നമുക്ക് ആ സ്നേഹത്തോട് കൊടുക്കുമ്പോഴാണ് ആ കൊടുത്ത് ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു 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 സൂചിയുടെ വണ്ണം എന്തെങ്കിലും ചെയ്താലും മതി, ഒരു ഗ്ലാസ് വെള്ളമായാലും മതി, ഒരുപാട് വാരിക്കെട്ടി കൊടുക്കുന്നുണ്ട്. അമ്മ എന്നുള്ള സ്നേഹം ആ മക്കൾക്കുണ്ടെങ്കിൽ അത് കോടികൾ കിട്ടുന്നതിന് തുല്യമാണ്.
ഒരു 10 രൂപയുടെ ആസ്തിയെ കൊടുത്തുള്ളൂ. ആ ഒരു സ്നേഹത്തോട് ഉള്ളതാ ഉള്ളൂ. ആ സ്നേഹം കൊടുക്കുമ്പോൾ അവിടെ ഒരു 10 കോടി കിട്ടിയണക്ക അമ്മ വിചാരിക്കും. അതുപോലെ തന്നെയാണ് അമ്മ മക്കൾക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങനെ. ഇതാണ് സ്നേഹത്തിൻ്റെ ബന്ധം. അതുപോലെ ഇവിടെ ഭഗവാനിൽ സ്നേഹമാകുന്ന പ്രേമമാകുന്ന ഭക്തി ഇല്ലെങ്കിൽ ബ്രാഹ്മണർക്കായാലും നിഷ്ഫലമാണ്. ഒരു ഈശ്വരനായിട്ട് യാതൊരു രീതിയിലും അടുക്കാൻ ഒരു വളരെ വളരെ ദൂരെയാണ്. ഭഗവാനിൽ നമ്മൾ ചേരുക എന്ന് പറഞ്ഞാൽ ആദ്യം ദൂരെ നിന്ന് അടുക്കടുക്ക വരിക, പിന്നെ ചേർന്ന് നിൽക്കുക, പിന്നെ നമ്മുടെ ഉള്ളത്തിലാവുക, നാം അതായി മാറുക. അതാണ് തത്വമസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കേവലം നാരായണ ഭക്തി ഇല്ലാതെ വിപ്രർ ബ്രാഹ്മണരായവരുടെ ജന്മം പാർത്താൽ നിഷ്ഫലം നൂനം. ഭക്തിയുള്ളവർ നീചജാതി എന്നിരിക്കലും ഉത്തമരവർ, അതിനില്ല സംശയമേത്. ഭക്തിയുള്ളവർ നീചജാതിയിലുള്ളവരായാലും ഉത്തമം, അതിന് ഒരു സംശയവും വേണ്ട. ബുദ്ധിയും ശാസ്ത്രം ഗുരുസേവയും ദേഹബുദ്ധി സിദ്ധി സൽക്കാര തത്വജ്ഞാന കർമ്മവുമില്ല. ഈ കുട്ടികൾക്ക്, ഈ ഗോപസ്ത്രീകൾക്ക് ഇതൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന ഗോപിമാർക്ക് യുദ്ധം ഭക്തി വന്നു വർദ്ധിച്ചതോർത്താൽ എത്രയും അത്യത്ഭുതം. ഉത്തവർക്ക് അത്രയ്ക്ക് അത്ഭുതമാണ്. ഇവർക്ക് യാതൊരു അറിവും ഒരു പൂജയോ കർമ്മങ്ങളോ യാഗങ്ങളോ ഒന്നും അനുഷ്ഠിക്കാതെ ഒരു വ്രതങ്ങളോ ഒന്നും പിടിക്കാത്ത ഈ കുട്ടികൾക്ക് ഇത്രയും ഭക്തി വന്നത് ഇദ്ദേഹത്തിന് അത്ഭുതമായി. ധന്യമാരാകും ഇവർക്കിത് കാരണം ഭക്തി എന്നല്ല മോക്ഷം സർവസൗഖ്യവും വരുന്നൂനം. ഇങ്ങനെയുള്ള ധന്യമാരാകുന്ന ഇവർക്ക് ഇതുകൊണ്ട്, ഇത് കാരണം, ഈ ഭക്തി കൊണ്ട് എന്താ പറയുക, ഇത് കാരണം ഭക്തി മാത്രമല്ല മോക്ഷം സർവസൗഖ്യവും വരും. നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് ഒരു അറിവും വേണ്ട. ഭഗവാനുള്ള ആ ഒരു ചേർച്ച, ആ ഒരു സ്നേഹം, ആ വാത്സല്യം ഭഗവാൻ ഇങ്ങോട്ടും അതേപോലെ വാത്സല്യം നമ്മളോട് കാണിക്കും. നമ്മുടെ ഭക്തി സ്നേഹവും അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഭഗവാൻ ആ വാത്സല്യമായിട്ട് നമ്മളെ ഇങ്ങോട്ട് ഒരു ഭക്തനെ വാത്സല്യപൂർവ്വം ഭഗവാനും നമ്മളെ സ്നേഹിക്കും. അപ്പോഴെന്തൊക്കെ കിട്ടും? ഭക്തി മാത്രമല്ല മോക്ഷം, അതും കൂടാതെ തന്നെ എന്താ സർവ്വസൗഖ്യവും. എന്താ സർവ്വസൗഖ്യം? ഈ ലോകത്തിലുള്ള സൗഖ്യവും കൊടുക്കും, മോക്ഷവും മുക്തിയും കൊടുക്കും. അപ്പോൾ ഈ ലോകവും വരാനുള്ള ലോകത്തിലുള്ള 2 ലോകത്തിലുള്ള സർവ്വതും ഭഗവാൻ കൊടുക്കും. ഈ ലോകത്തിൽ പട്ടിണി കിട്ടിട്ട് ദൈവം ഒരിക്കലും ഒരു സ്വന്തം മക്കളെ ഭക്തനെ അങ്ങനെ വിഷമിപ്പിക്കത്തില്ല. അത് ഈശ്വരൻ മുന്നേ കൊടുക്കും. അതുകൊണ്ട് എല്ലാം ഒത്തുചേരും. ഈ ഗോപികൾക്ക് തന്നുടെ മഹാവ്യാധിക്കുള്ള സിദ്ധ ഔഷധം നല്ലതെന്നറിയാതെ രോഗി താൻ സേവിക്കലും തന്നുടെ മഹാവ്യാധി നശിച്ചു പോകും പോലെ, തങ്ങളുടെ തത്വമൊന്നും അറിയാതെ അവർകളും തന്നുള്ളിൽ നാരായണ ഭക്തി ഉണ്ടെന്നാകിലോ തങ്ങളുടെ മനസ്സെങ്കിൽ വേണ്ടത് സാധിപ്പിക്കും. അപ്പോൾ അറിയാതെ കണ്ട് ഔഷധം കഴിച്ചാൽ നമുക്കൊരു രോഗമുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്തോ കുറച്ച് ഔഷധമൊക്കെ സേവിച്ച്, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ അത് നല്ലതായി വന്ന് രോഗി താൻ സേവിക്കലും തൻ്റെ വ്യാധി നശിച്ചു പോകുന്നത് പോലെയാണ്. നമ്മൾ അറിയാതെ ഭക്തി കിട്ടി. എന്താണ് സിദ്ധ ഔഷധം അറിയാതെ ഒരു രോഗി കഴിക്കും, ദൈവമായിട്ടങ്ങ് കൊടുക്കുക. ആ രോഗി അറിയുന്നില്ല, പക്ഷെ അത് ആ രോഗിയുടെ ഔഷധമാണ്. അതുപോലെയാണ് ഇവിടെ ഈ സ്ത്രീകൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ എന്ത് കിട്ടി? ഇത് ഈ സ്നേഹത്തിന്, ഈ ഭക്തിക്ക് വേണ്ടി യാഗങ്ങളും കർമ്മങ്ങളും എല്ലാം, ആരാധനകളും വ്രതങ്ങളെല്ലാം ലോകത്തെല്ലാവരും ബ്രാഹ്മണരൊക്കെ ഇങ്ങനെ പിടിച്ചാലും ഈ ഭക്തി കിട്ടുന്നില്ല. ഇവർ ഇതൊന്നും കൂടാതെ അവർക്ക് ഭക്തി കിട്ടിയപ്പോൾ അറിയാതെ ഒരു രോഗി ഔഷധം കഴിച്ച് ആ രോഗം മാറിയതുപോലെ ഇവർ അറിയാതെ തന്നെ ഇവർക്ക് മോക്ഷത്തിലേക്ക് ചെന്നു. അതാണ് ഉദ്ധവർ പറയുന്നത്. ഇവരൊന്നും അറിഞ്ഞില്ല, പക്ഷെ അവർക്ക് ഭക്തി ഉണ്ട്. അവർക്ക് അത് ഭക്തിയാണെന്നും അറിഞ്ഞുകൂടാ. അവരുടെ ഉള്ളത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കർമ്മങ്ങൾ ചെയ്തിട്ട് പോലും കിട്ടാത്ത ഭാഗ്യം അറിയാതെ വന്നവർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ഞാനിത് പറയില്ലേ മക്കളെ, എനിക്കിതൊന്നും അറിഞ്ഞു വന്നതല്ല, ഇതും ഇങ്ങനെ ഞാൻ അറിയാതെ സംഭവിച്ചതാണ്. എനിക്കിങ്ങനെ വരണം, കിട്ടണം, എനിക്ക് ഭക്തി വർദ്ധിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടിയാ, പുണ്യം വേണമെന്നോ ഇങ്ങനെയൊന്നും എനിക്കൊരു ചിന്ത അറിയത്ത പോലും ഇല്ല. ഞാനിങ്ങനെ കുട്ടിനാളിൽ എൻ്റെ ഒരു ശീലമായത്, അമ്മയും അച്ഛനൊക്കെ ചെയ്തു തന്ന ശീലം അത് ഞാൻ മുടക്കത്തില്ലായിരുന്നു. എനിക്കത് മുടക്കാൻ ഞാൻ ഒരു നേരത്തെ ആഹാരം മുടക്കിയ എങ്ങനെയാ, അതുപോലെ തന്നെയാണ്. അതങ്ങനെ പഠിച്ചു പോയി. അത് അങ്ങനെ നിത്യമേ അങ്ങ് ചെയ്ത് വന്നു, ഇങ്ങനെ അങ്ങ് സംഭവിച്ചു. അല്ലാതെ ഒന്നും തന്നെ മനഃപൂർവ്വമായി എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, ആരാധിക്കണം, എനിക്ക് അത് പഠിക്കണം, ഇത് പഠിക്കണം, ഭാഗവതം ഞാൻ പഠിക്കാതെ തന്നെ എൻ്റെ ഉള്ളത്തിലൊരു ഗുരു ഇരിപ്പുണ്ട്, എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും. അല്ലാതെ എനിക്ക് ഇത്ര ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ഇച്ചിരിയൊക്കെ ഒരു LKG UKG അറിവെങ്കിലും കിട്ടിയതെന്താ കാരണം? അത് ഒരു ഗുരു എനിക്ക് ഇതിന് വേണ്ടിയിട്ടില്ല.
അപ്പോൾ പിന്നെ ഇതൊക്കെ പറഞ്ഞ് മക്കളെ ഇങ്ങനെ ആ ഒരു ഭഗവാന്റെ ഒരു കൃപ എന്നേ പറയാൻ പറ്റൂ. അതെന്താ കാരണം? കുട്ടനാളിലെ കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. അറിയാമെങ്കിലും കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം ഭക്തിപരമായ എല്ലാം ഞാൻ വായിക്കുമായിരുന്നു. അത് ഇന്നതൊന്നുമില്ല, എന്ത് കിട്ടിയാലും അതായത് ഒരു 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 ഭക്തൻ്റെ ജീവചരിത്രം ആയാലും അതിലും ആധ്യാത്മികമാണല്ലോ. അത് സാധു സുന്ദർ സിംഗ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പുസ്തകങ്ങൾ കിട്ടിയാൽ എനിക്കങ്ങ് ഞാൻ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങി ഇറക്കും. അവിടെ നിന്ന് വായിച്ചു കിട്ടാൻ പിന്നെ അവിടെ നിന്ന് എണീക്കും. അങ്ങനെ ഒരു ആർത്തി എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ ഭാഗവതം കിട്ടിയാലും അങ്ങനെ വായിക്കുകയും കരയൊക്കെ ചെയ്യുമായിരുന്നു. ബൈബിൾ വായിച്ചാലും കരയുമായിരുന്നു. ഇങ്ങനെ കിട്ടുന്നതൊക്കെ വായിക്കുക, അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. ഭാഗവതവും ബൈബിളും മാത്രമേ വായിച്ചുള്ളൂ. പിന്നെ ഈ സാധു സുന്ദർ സിംഗ് എന്നും പറഞ്ഞൊരു അദ്ദേഹം ഹിന്ദു അങ്ങണ്ടായിരുന്നു. അത് പിന്നെ ക്രിസ്ത്യൻസ് ആയതങ്ങണ്ടാണ്. എനിക്കത് മറന്നു. കുട്ടിനാൾ വായിച്ചതല്ലേ, 40 വയസ്സോളം വായിച്ചതാണ്. കുട്ടിനാൾ വെച്ചാൽ അന്നൊക്കെ അതൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ മറന്നുപോയി. അതുമല്ല, ആ പുസ്തകം എൻ്റെ നിന്ന് വേറൊരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി ആർത്തി പിടിച്ച് കൊണ്ടുപോയിട്ട് എനിക്ക് തന്നില്ല, തിരിച്ചു തന്നില്ല. അതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ വായിക്കാനും പറ്റിയിട്ടില്ല. അതൊക്കെ അങ്ങ് മറന്നുപോയി. എന്നാൽ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം 3 വർഷമേ ആയുള്ളൂ രാമായണവും നാരായണീയവും ഇതിനകത്ത് വെച്ച് ഇതൊക്കെ ഞാൻ ഇതൊക്കെ എടുക്കുന്നു, വായിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. ഇതൊന്നും ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചിട്ടോ ഒന്നും അല്ല. അപ്പോൾ എന്താണ് അത് കാരണം? ഭഗവാൻ ഭക്തിയുള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നാളുകൊണ്ട് തപസ്സിലും ഗുരുമുഖാന്തരം തപസ്സും ഇങ്ങനെയുള്ള പഠിത്തവും ധ്യാനവും ഇതൊക്കെ പഠിക്കാനൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ കിട്ടും. പക്ഷേ ഞാനിതൊന്നും ചെയ്യാതെ കിട്ടി. എന്താ? അറിയാതെ കിട്ടി. ഈ ഒരു രോഗി അറിയാതെ ഔഷധം കഴിച്ച് രോഗം മാറുന്ന പോലെ ഈ ഗോപികൾക്ക് അറിയാതെ തന്നെ അവർക്ക് സർവ്വതും ഭക്തി കൊണ്ട് അവർക്ക് എല്ലാം നേടി, മോക്ഷവും കിട്ടി, മറ്റ് സുഖ സൗകര്യങ്ങളും ഭഗവാൻ കൊടുക്കുന്നു. ഇതാണ് അറിയാതെ സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞ് പോയി ഒരു ക്ലാസ്സിന് പോയി പഠിക്കുന്ന കണക്കല്ലല്ലോ വീടുകളിലിരുന്ന് തന്നെ അറിയുന്നത്. അവരെല്ലാം തന്നെ അവരറിയുന്നു. ഭഗവാന്റെ കൂടെ ചേർന്ന് കുറച്ച് നാൾ ക്രീഡയൊക്കെ നടത്തി. അപ്പോൾ ആ ഒരു ഭക്തിയിൽ നിന്ന് അവർക്ക് ഇത്രയെല്ലാം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, തങ്ങളുടെ മഹാവ്യാധിക്കുള്ളൊരു സിദ്ധ ഔഷധം നല്ലതെന്നറിയാതെ രോഗി താൻ സേവിക്കലും തങ്ങളുടെ മഹാവ്യാധി നശിച്ചു പോകും പോലെ ആണ് ഇവർക്കും സംഭവിച്ചത്. തങ്ങളുടെ തത്വം ഒന്നും അറിയാതെ അവർകളും തന്നുള്ളിൽ നാരായണ ഭക്തി ഉണ്ടെന്നാകിലോ തങ്ങളുടെ മനസ്സുകൾ വേണ്ടത് സാധിപ്പിക്കും. നമ്മുടെ ഉള്ളത്തിൽ ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ എന്ത് വരും? നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത് അതെല്ലാം സാധിച്ചു കിട്ടും. നമുക്ക് കണ്ടു വായിക്കാം. ബുദ്ധിയും ശാസ്ത്രം ഗുരുസേവയും ദേഹബുദ്ധി സിദ്ധി സൽക്കാര തത്വജ്ഞാന കർമ്മവുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഗോപിമാർക്ക് യുദ്ധം ഭക്തി വന്ന് വർദ്ധിച്ചതോർത്താൽ എത്രയും അത്യത്ഭുതം. ധന്യമാരാകും ഇവർക്കിതു കാരണം, ഭക്തി എന്നല്ല മോക്ഷം, സർവസൗഖ്യവും വരും നൂനം. തന്നുടെ മഹാവ്യാധിക്കുള്ളൊരു സിദ്ധ ഔഷധം നന്നതെന്നറിയാതെ രോഗിതാൻ സേവിക്കലും തന്നുടെ മഹാവ്യാധി നശിച്ചു പോകും പോലെ. തന്നുടെ തത്വം ഒന്നും അറിയാതെ അവർകളും തന്നുള്ളിൽ നാരായണ ഭക്തി ഉണ്ടെന്നാകിലോ തന്നുടെ മനസ്സിങ്കൽ വേണ്ടതു സാധിപ്പിക്കും. എന്നല്ല സായുജ്യവും കൊടുക്കും എല്ലാവർക്കും. ഗോപികമാരാം ഇവർ രാസകലീലയിങ്കൽ ഗോവിന്ദ ആശ്ലേഷൻ നീതി മാർഗാദി നിത്യസുഖം സാധിച്ചാരിതുപോലെ ദേവനാരികൾക്കുമേ സാധിച്ചിൽ ഇവരുടെ പാതാരവിന്ദ ധൂളി. സാധിച്ചു നിൽക്കും വൃന്ദാവനത്തിൽ വാണിയിടുന്നു രാധിക്ക തരു വല്ലി എന്നതിലൊന്നായിട്ട് മാമകം ജനിപ്പാനായി കാരുണ്യമുണ്ടാകേണം. ഇത് ഈ ദേവനാരികൾക്ക് പോലും ഈ സുഹൃതം കിട്ടിയില്ല. ഇത് ഇങ്ങനെ സാധിച്ചിൽ ഇവരുടെ പാതാരവിന്ദ ധൂളി. സാധിച്ചു നിൽക്കും വൃന്ദാവനത്തിൽ, ആ വൃന്ദാവനത്തിൽ ഇവരുടെ എല്ലാം പാതാരവിന്ദ ധൂളി, പാദം കൊണ്ട് സ്പർശിച്ച ആ പാംസ്, ആ പൊടി എന്താ വാണിടുന്നവർ ആധിക്യ തരു വല്ലി എന്നാൽ ഒന്നായിട്ടെങ്കിലും നമുക്ക് ജനിക്കാൻ ഒരു കാരുണ്യം ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ കാരണം? അത്രമാത്രം ഭഗവാൻ അവിടെ ഉണ്ടായിരുന്ന വൃന്ദാവനത്തിൽ. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ഭക്തി വർദ്ധിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇനിയായാലും അവിടെ ഒരു പുല്ലായിട്ടെങ്കിലും ആ അവിടെ ഇങ്ങനെ ജനിപ്പാനായി മാമകം നമുക്ക് എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗോപസ്ത്രീയുടെ ഭക്തി അങ്ങനെ ഉണ്ടായതായതുകൊണ്ട് ആർക്കും ഇതാണ് പ്രാർത്ഥന. അവിടെ തന്നെ ഒരു വള്ളിയോ ഒരു ചെടിയോ ഒരു പുല്ലോ ഒക്കെ ആയിട്ടെങ്കിലും ജനിപ്പാനായി കാരുണ്യം ഉണ്ടാകണം.
കാമദാ ജഗൽപദേ മാധവ നാരായണ. സുന്ദരിമാരാം ഇവർ പാടിയിടും ശബ്ദം കൊണ്ട് വന്നിതു ലോകങ്ങൾക്ക് കൽമഷാപഹ ശുദ്ധിയാകയാൽ വന്ദിതമാരായിടും ഗോപീജനപാദപാദങ്ങളായ രേണുക്കൾക്കായിക്കൊണ്ട് ഞാൻ വന്ദിച്ചിടുന്നേനെന്നങ്ങിത്തരം ഉദ്ധവനും നന്ദിച്ചു ഗോപീജനത്തോട് യാത്രയും ചൊല്ലി നന്ദനോട് അനുജ്ഞയും കൈക്കൊണ്ടു വന്ദിച്ചുടൻ ചെന്ന് തേരതിലേറും നേരത്ത് നന്ദാദികൾ കാഴ്ചകൾ ഓരോ തരം തേരതിൽ കൊണ്ടുവച്ചിട്ട് ഈശ്വര ഭക്തിയോടു ഇത്തരം ചൊല്ലിടിനാർ. അങ്ങനെ ഇദ്ദേഹം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി, ഭഗവാനെ അവിടെ ജനിപ്പാനെങ്കിലും ഒരു കാരണം ഉണ്ടാകണമേ, കാമദ ജഗൽപദേ കൃഷ്ണ മാധവ നാരായണ എന്നൊക്കെ പറഞ്ഞ് ഈ സുന്ദരിമാരായിരുന്ന ഗോപസുകളെ പാടിയുടെ ശബ്ദം കൊണ്ട് അവരവിടെ എപ്പോഴും എന്താ ഭഗവത്ഗീതങ്ങളാണ് പാടുന്നത്. അത് അതുകൊണ്ടാണ് ഞാൻ മക്കളെ പറയുന്നത്, നിങ്ങൾ ആരാധിക്കൂ, നന്നായി ആലാപനം ചെയ്യണം, ആനന്ദിക്കണം. അതാണ് ആനന്ദം. ആ ആനന്ദത്തിന് വേണ്ടി നമ്മൾ ദിവസേന അതിനുവേണ്ടി ഒരുങ്ങിയാൽ നമുക്ക് ആനന്ദം ഉണ്ടാകും. അപ്പോഴെന്താ അവർ ചെയ്തത്, ഈ സുന്ദരിമാരാം ഈ കുട്ടികൾ പാടിയിടുന്ന ശബ്ദം കൊണ്ട് വന്നിതു. എന്താണ്? ലോകങ്ങൾക്ക് കൽമഷാപക ശുദ്ധി. ലോകങ്ങൾക്ക് ആ കുട്ടികൾക്ക് മാത്രമല്ല, അതാ ഈ നാദം, ഈ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആ ശബ്ദം പ്രപഞ്ചം മൊത്തവും ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരിക്കും. അപ്പം ലോകം മൊത്തവും ശുദ്ധിയാവും. നമ്മളാ തൊട്ടടുത്തുള്ളവരും പാപികൾ കേൾക്കത്തില്ല. അടുത്തൊരാൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ, അടുത്ത വീട്ടിലെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരും ആസ്വദിക്കും. അങ്ങനെ അടുത്തടുത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഭക്തമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തവർക്കും കൂടെ ശുദ്ധി വരും. അതുകൊണ്ടാണ് നന്നായി ആലപിക്കുക, എല്ലാവരും കേൾക്കട്ടെ. അറിയാവുന്നവരല്ലേ പ്രാർത്ഥിക്കാൻ പറ്റും, ഇപ്പോൾ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ അറിയാമെങ്കിൽ ഞാൻ നന്നായി എൻ്റെ ചുറ്റിനുള്ളവർ കേൾക്കുമ്പോൾ ഇഷ്ടമുള്ളവർ കേട്ടാലും അതിലൊന്ന് ലയിച്ചിരിക്കുമല്ലോ. അപ്പോൾ അതും നമുക്ക് നന്മയല്ലേ, അത് ദാനമല്ലേ, നമുക്ക് ഏത് രീതിയിലും നന്മ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഈ സുന്ദരിമാരാം ഇവർ പാടിയിടുന്ന ശബ്ദം കൊണ്ട് എന്ത് ചെയ്തു, വന്നിതു ലോകങ്ങൾക്ക് കൽമഷാപക ശുദ്ധി. ലോകം മൊത്തവും പാപങ്ങളെല്ലാം പോയി ശുദ്ധി വന്നു. എന്നുവെച്ചാൽ ഈ മനസ്സ് പിന്നെന്താ പറയുക, അടുത്ത അയൽവക്കത്തുള്ളൊരു ദുഷിച്ച മനസ്സാണെങ്കിൽ പോലും തൊട്ടടുത്തൊരു വീട്ടിൽ നന്നായി ജപം ഇങ്ങനെ പ്രാർത്ഥന ഭഗവാന്റെ ഗീതങ്ങൾ പാടുമ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ ഉള്ളവും കുറച്ച് ദിവസം കേട്ട് വരുമ്പോൾ ഉള്ളിലെ അഴുക്കെല്ലാം അങ്ങ് പോകും, ശുദ്ധി വരും. അതുകൊണ്ടല്ലേ പറയുന്നത് മക്കളെ, എല്ലാവരും നന്നായി പാടും. എല്ലാവർക്കും അത് പറ്റത്തില്ല, ചിലർക്കൊണ്ട് ഒക്കാത്ത കാര്യം ചിലർക്ക് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒരു വീട്ടുകാരെ കൊണ്ട് ചിലപ്പോൾ 10, കാരണം ഒരു കിണറ്റിലെ വെള്ളം പറ്റാത്തൊരു കിണറുണ്ടെങ്കിൽ അടുത്തുള്ളവർക്കെല്ലാം ആ വെള്ളം കൊടുക്കണ്ടേ. എല്ലാവരുടെയും കിണറ്റിൽ വെള്ളമുണ്ടോ? അപ്പം ഒരു കിണർ 4 വഴിക്കുമുള്ള കുറച്ച് പേർക്ക് വേണ്ടിയായിരിക്കും ദൈവം ഒരു കിണറ്റിൽ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നത് പോലെ 4 വഴിക്കുള്ള എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കും ഇങ്ങനെ പാടാനൊന്നും അറിയില്ല. അപ്പോൾ അറിയാവുന്ന ഒരു വ്യക്തിയെ ദൈവം അവിടെ ആക്കും. അപ്പോൾ അതെന്ത് വേണം, നമ്മൾ നന്നായി ആലപിക്കണം. അത് കേൾക്കുമ്പോൾ ചുറ്റുമുള്ളവർ അത് കേട്ടിരിക്കും. അല്ലെ വെള്ളം എല്ലാവരും കൊണ്ട് കുടിക്കുന്നത് പോലെ ഇത് കേട്ട് ആസ്വദിക്കും. എല്ലാം ഇങ്ങനെയാ. നമുക്ക് ഈ കിണറ്റിലെ വെള്ളം ദാഹജലം കൊടുക്കുന്നത് പോലെ തന്നെയാണ് അറിയാമേത്തരം കൂടെ ഇത് കേട്ട് 10 ദിവസം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളവും വികസിക്കും, അവരും ആനന്ദിക്കും. അങ്ങനെ നമ്മൾ അതിൽ കൂടി ഈശ്വരൻ അവർ കേൾക്കുന്നവർക്കും കിട്ടും, നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് ഇരു കൂട്ടർക്കും എല്ലാ ദോഷവും മാറും, ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും. നമ്മൾ നന്നാവണം, മറ്റുള്ളവരുടെ നന്നായിക്കോട്ടെന്ന് ചിന്തിച്ചെങ്കിലേ നമുക്ക് ഈശ്വരൻ കൃപ തരൂ. അപ്പോൾ കേൾക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാളും കൃപ ആർക്ക് കിട്ടും? നമ്മൾ കൊടുത്തവർക്ക് കിട്ടും. കാരണം എന്താണ്, മറ്റുള്ളവർ നന്നാവാൻ വേണ്ടി സ്വാർത്ഥപരമായിട്ട് അല്ല അത് നിസ്വാർത്ഥമായാണ് ചെയ്തത് എന്ന് ഭഗവാൻ കാണും. സ്വന്തം സ്വാർത്ഥയ്ക്ക് വേണ്ടി മൗനം പിടിച്ച് മുനുമുനാ പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമാണ്. മറ്റുള്ളവരുടെ കൂടെ കേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? ഭഗവാൻ ചിന്തിക്കുക, നിസ്വാർത്ഥമായ സ്നേഹം ആ കുട്ടിക്കുണ്ട്. അപ്പോൾ ഭഗവാന്റെ കൃപയും കൂടെ നമ്മളിലേക്ക് ഒഴുകും. അതുകൊണ്ടാണ് പറയുന്നത്, സുന്ദരിമാരാം ഇവർ പാടിയിടും ശബ്ദം കൊണ്ട് വന്നിത് ലോകങ്ങൾക്ക് കൽമഷാപക ശുദ്ധി, എല്ലാവരുടെയും ഉള്ളിലെ ശുദ്ധി വന്നു. ആകയാൽ വന്ദിതമാരായിടം ഗോപീ പാദങ്ങളായ രേണുക്കൾക്കായിക്കൊണ്ട്, അതായത് പാദം ഭൂമിയിൽ ചവിട്ടുന്ന ആ പൊടിക്കായിക്കൊണ്ട് ഞാൻ വന്നു ചേടുന്നേനെന്നെങ്കിൽ ഇത്തരം ഉദ്ധവൻ. ഇതെല്ലാം ഉദ്ധവരുടെ മനസ്സിലെ
ഇത്രമാത്രം ആനന്ദത്തിൽ പറയുന്നതാണ്. അങ്ങനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നന്ദിച്ചു ഗോപി ജനത്തോട് യാത്രയും ചൊല്ലി അദ്ദേഹം എല്ലാവർക്കും ഇത് കുറേ ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി കുറേ നാൾ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. അങ്ങനെ ഈ യാത്രയൊക്കെ പറഞ്ഞു ഈ ഗോപീജനത്തോട് നല്ല വാക്ക് നന്ദിച്ച് പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് നന്ദനോട് അനുജ്ഞയും, അത് പിതാവായ നന്ദഗോപര് കൃഷ്ണൻ്റെ അച്ഛൻ വളർത്തച്ഛനോട് നന്ദനോട് അനുജ്ഞയും കൈക്കൊണ്ട് വന്ദിച്ചുടൻ ചെന്ന് തേരതിലേറും നേരത്ത് നന്ദാദികൾ കാഴ്ചകൾ ഓരോ തരം തേരതിൽ കൊണ്ടുവച്ചിട്ട് ഈശ്വര ഭക്തിയോട് ഉത്തരം ചൊല്ലിയിടിനാർ. അപ്പോൾ പോകുന്ന സമയത്ത് തേരിൽ ഈ കാഴ്ചകൾ നമ്മളെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ വരുന്നിട്ട് പോകും. ഇവിടെ നമുക്കുള്ളത് അങ്ങോട്ടും കൊടുത്തോളും, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അച്ഛനമ്മ നമുക്ക് ഇങ്ങോട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. അതുകൊണ്ട് ഇതെന്തൊക്കെ ഉണ്ട് അതെല്ലാം ഇവിടെ ഉള്ളതെല്ലാം അങ്ങോട്ട് കൊടുത്തു വിട്ട് കാഴ്ചകൾ ഓരോതരം തേരതിൽ കൊണ്ടുവച്ചിട്ട് ഈശ്വര ഭക്തിയോട് ഇത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ശാശ്വതമൂർത്തിയാകും കൃഷ്ണങ്കൽ സദാ ഭക്തി നിശ്ചലയായിടണം ഞങ്ങൾക്ക് ദിനംതോറും. ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഭക്തനായിരുന്ന ഉദ്ധവർ അത്രമാത്രം ശ്രേഷ്ഠനും മഹാത്മാവാണെന്ന് അവർ മനസ്സിലായി. കാരണം ഇവരുടെ ദുഃഖങ്ങളെല്ലാം മാറ്റാൻ മിടുക്കനാണ്. എങ്ങനെ കിട്ടി? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണ്? പരമാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥമായ തത്വമസിയായ ആ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലുള്ളൊരു മഹാത്മാവാണെന്ന് ഇവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും വേദനിച്ച് നിലവിളിച്ചിരിക്കുന്ന അവരുടെ ഉള്ളത്തിലെ എല്ലാ പാപങ്ങളും എല്ലാം മാറി ലോകം മൊത്തം ശുദ്ധിയാക്കി. അവരെ മാത്രമല്ല ചുറ്റിനുള്ളവരെല്ലാവരും ശുദ്ധമായി. അങ്ങനെ ഇരിക്കുന്ന ഈശ്വര ഭക്തിയോട് ഇത്തരം പറഞ്ഞു. ശാശ്വതമൂർത്തിയാകും കൃഷ്ണങ്കൽ സദാ ഭക്തി നിശ്ചലയായിരണം ഞങ്ങൾക്ക് ദിനംതോറും. ഈ കുട്ടികളും ഈ അച്ഛനും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാനുള്ള ഭക്തിയെ നിശ്ചലമാക്കണം, അതിന് എന്ത് വേണം? അവിടുത്തെ കൃപ കൊടുക്കണം. അതിനാണ് ശാശ്വതമൂർത്തിയാകും ഭഗവാൻ കൃഷ്ണനിൽ സദാ ഭക്തി, എപ്പോഴും ഭക്തി നിശ്ചലയായിടണം, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഭക്തി വേറെങ്ങോട്ടും പോകാതെ പരമാത്മാവായ ശ്രീകൃഷ്ണനിൽ തന്നെ ലയിച്ചു നിൽക്കണം. ഞങ്ങൾക്ക് ദിനം തോറും എപ്പോഴും ദിവസം തോറും അങ്ങനെ വരണം. കായമിങ്ങത് നമസ്കാരാർത്ഥം വന്നിടണം. നമ്മുടെ ശരീരം എപ്പോഴും എന്താ? കായം ശരീരം. കായമിങ്ങത് നമസ്കാരാർത്ഥം വന്ന് നമുക്ക് ശരീരം കൊണ്ട് ഭഗവാന് ദിനംതോറും നമസ്കരിക്കണം. എന്നിട്ട് മനസ്സ് നിശ്ചലമാക്കി സദാ ഭക്തി വർദ്ധിക്കുകയും ദിനംതോറും നമസ്കരിക്കുകയും വായിനാൽ ചൊല്ലുവതൊക്കെ സൽക്കഥയാക വേണം. നമ്മൾ എന്ത് പറയുന്നു വാഗൊണ്ട് അതെല്ലാം ഭഗവാന്റെ കഥകൾ, സൽക്കഥ, നല്ല കഥ. അല്ലാതെ ഈ കോമഡി കൊണ്ട് നടക്കുമല്ല വേണ്ടേ. ഞാൻ ഈ കോമഡി പറഞ്ഞാൽ അവരെ അങ്ങനെയുള്ള കളിയാക്കുമല്ല. ഭക്തന്മാർക്ക് കോമഡി പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഒരു ഭക്തർക്കും അല്ലാത്തവരും മൂന്ന് രീതിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോകുന്നവർ അതിനു വേണ്ടി പോകണം. പക്ഷേ ഭക്തന്മാർ ഉള്ള ഭക്തിയോടെ നശിച്ചു പോകും കോമഡിയിലേക്ക് പോയാൽ. അതുകൊണ്ട് ഈ ഭക്തി മുമ്പോട്ട് കൊണ്ടുപോകണം. ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മൾ മറ്റേ ത്യജിച്ചേ പറ്റൂ. കോമഡിക്ക് പോയാൽ ഈ കൈ കിട്ടിയ ഭക്തിയെ കൂടെ അങ്ങ് പോകും, അവിടെ ഇരിക്കത്തില്ല. കാരണം അത് ഒഴിയങ്ങ് പോകും. കോമഡി ഹൃദയത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഇരിക്കുന്ന നന്മ സൽക്കഥ കളിക്കുന്നതെല്ലാം അതങ്ങ് പോകും. സൽക്കഥ അവിടെ ഇരിക്കണമെങ്കിൽ കോമഡി അവിടെ ചെല്ലാതിരിക്കണം. കോമഡി എന്ന് വെച്ചാൽ സീരിയലിലുള്ള എന്താ പറയുക, ടി വിയിലൊക്കെ സിനിമയിലൊക്കെ ഉള്ള വേണ്ടാത്തതൊക്കെ കാണുന്നത്, ഈ ലോക ചിന്തകൾ കാണുന്നത് തെറ്റാണ്. തെറ്റെന്ന് വെച്ചാൽ അത് നമുക്ക് അത്രത്തോളം ആയവർക്ക് വേണേൽ കാണാം. കാരണം അവരുടെ മനസ്സല്ലെങ്കിൽ പോകത്തില്ല. എന്തെല്ലാം കണ്ടാലും മനസ്സലത്തിൽ ലയിക്കത്തില്ല. എവിടെ ലയിക്കും? ആ പരമാത്മ ലയിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ. എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം കാണാം, ഒരു കുഴപ്പമില്ല. എൻ്റെ മനസ്സലങ്ങോ എന്തോ കണ്ടാലും എൻ്റെ മനസ്സലത്തേക്ക് ഭ്രമിക്കത്തില്ല. എനിക്ക് എപ്പോഴും ഈ ലയം തന്നെയാണ് എന്തൊരു കണ്ടാലും. അങ്ങനെ ആകാമെങ്കിൽ കുഴപ്പമില്ല. അതിനു മുമ്പേ നമ്മൾ കണ്ടാൽ എന്ത് വരും? കിട്ടിയതല്ല അങ്ങ് പൊക്കോണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും അത് യഥാർത്ഥത്തെ നേടാതെ ഇതിന് പോകരുതേ. നമുക്ക് എല്ലാം ആനന്ദം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടാലും ഏകമയം പരബ്രഹ്മം. കാരണം നന്മ തിന്മയെല്ലാം അവിടെ നിന്ന് വന്നേക്കുന്നതാണെന്ന് ഉൾക്കാഴ്ച നമുക്കുണ്ടാകും. നന്മ ഒരാളിപ്പോൾ നമ്മളെ തിന്മ പറഞ്ഞാലും നമുക്കതിലൊന്നും ഇറിക്കത്തില്ല. കാരണം നമ്മുടെ ഉള്ളം അല്ലാതെ ആയിക്കഴിഞ്ഞു. നമ്മൾ ഈശ്വരനുമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും യേശത്തില്ല. അങ്ങനെ ആകുന്നത് വരെ നമുക്ക് പാടാം. നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പൊക്കളയും. ഈ ലോകചിന്തയിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ പാടാണ്. അതുകൊണ്ട് വായിനാൽ ചൊല്ലുവതൊക്കെ സൽക്കഥയാക വേണം, ചെയ്വതൊക്കെയും ഈശ പൂജയായി വന്നീടും. നമ്മൾ എന്ത് ചെയ്താലും, അതാ ഞാൻ മക്കളെ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ വീടുകളിൽ അന്നന്ന് എന്താ ചെയ്യുന്നത് അതെല്ലാം ഭഗവാന്റെ പൂജയായിട്ട് നമ്മൾ സങ്കല്പിക്കണം.
ദൈവമെന്നിയേ മറ്റും ഞങ്ങൾക്ക് ഗതിയില്ല, ഈശ്വരനല്ലാതെ മറ്റൊരു ഗതി ഒരാശ്രയം മറ്റാരുമില്ല. ഇത്തരം പറഞ്ഞയച്ചിടനാരുദ്ധവനും ചിത്തസൗഖ്യേന മന്ദം മധുരാപുരി പൊക്ക് നന്ദാദി ഗോപാലന്മാർ നന്ദിച്ചു നൽകി ഒരു പൊന്നാദി കാഴ്ച എല്ലാം ഉദ്ധവർ കൊണ്ടുപോയി. നന്ദനന്ദനന്മാർക്കും യാദവേശ്വരനുമായി ഒന്നൊന്നീ നൽകി നന്ദഗോകുല വൃത്താന്തങ്ങൾ. അപ്പോൾ പൊന്നാദി കാഴ്ചയെല്ലാം കൊടുത്തുവിട്ട് ഉദ്ധവർ അതെല്ലാം കൊണ്ടുപോയി. നന്ദനന്ദനന്മാർക്ക്, അത് നന്ദഗോപരുടെ നന്ദനന്മാർ വെച്ചാൽ രാമനും കൃഷ്ണനും യാദവേശ്വരനുമായി, അവിടെ യാദവത്തിലെ പ്രധാനി യാദവേശ്വര രാജാവ് യാദവേശ്വരനുമായി ഒന്നൊന്നേ നൽകി, ഓരോന്നോരോന്ന് ഇന്നാർക്കിന്നത്, രാമനും കൃഷ്ണനും ഇന്നത്, മറ്റവർ യാദവേശ്വരന് ഇന്നത്. അങ്ങനെ നന്ദഗോകുല വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഭക്തി ശോക സ്നേഹാദി രാഗം എന്നിവ നന്ദാത്മജം കേൾപ്പിച്ചു ഉദ്ധവനും. അങ്ങനെ എല്ലാം ഒന്നൊന്നേ നൽകി, ഓരോരുത്തർക്ക് പറഞ്ഞു ഇത് ഇന്നാർക്കാണ്, ഇത് നന്ദനന്മാർ വെച്ചാൽ നന്ദഗോപരുടെ കുട്ടികൾക്ക്, നന്ദനന്മാർക്ക്, നന്ദൻ്റെ കുട്ടികൾക്കും, അത് കൃഷ്ണനും രാമനും യാദവേശ്വരന്മായി ഓരോന്നെല്ലാം കൊടുത്തു വിട്ടു. അത് എന്നിട്ട് പിന്നെ ഒന്നൊന്നേ നൽകി നന്ദഗോകുല വൃത്താന്തങ്ങളും ഒന്നൊഴിയാതെ, അവിടുത്തെ വൃത്താന്തങ്ങൾ അവിടെയൊക്കെ എന്തൊക്കെയാ ഇദ്ദേഹം വന്ന് എല്ലാം സന്തോഷമാക്കി, പിന്നെ ഗോപികൾക്കെല്ലാം ആനന്ദമാക്കി, എല്ലാവരും സന്തോഷമായി വൃത്താന്തങ്ങളൊക്കെ കൊടുത്തുവിട്ടു. എല്ലാം അങ്ങനെ ഒന്നൊഴിയാതെ ഭക്തി ശോക സ്നേഹാതിരാഗം, ഭക്തിയും ശോകവും സ്നേഹാതിരാഗവും എന്നിവ നന്ദാത്മജൻ കേൾപ്പിച്ചു ഉദ്ധവൻ. എന്തൊക്കെ കേൾപ്പിച്ചത് നന്ദാത്മജൻ, ഇതെല്ലാം ഉദ്ധവർ ഇതെല്ലാം കൊടുത്തുവിട്ട്, എന്തൊക്കെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചെന്ന് പറയാനും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നവർക്ക് കൊടുത്ത് ഉദ്ധവർ ഇവരെല്ലാം ആശ്വസിപ്പിച്ച് ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കൊടുത്ത്, ഭഗവാനെ പോലെയാണ് ഉദ്ധവർ. അതുകൊണ്ട് ഉദ്ധവരുടെ കയ്യിൽ നിന്നും കുറേ കൊടുക്കാനുണ്ടല്ലോ. ഭഗവാൻ ഒന്ന് എന്തെങ്കിലും ഇച്ചിരി കൊടുത്തുവിട്ടാൽ മതി, അത് ഇന്നത് പറയണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇദ്ദേഹം ആളാരാണ്? നല്ല നീതിമാനല്ലേ, നിപുണനല്ലേ, ശാസ്ത്ര നിപുണനല്ലേ, നീതിശാസ്ത്രത്തിൻ്റെയൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായി ഇവരെ ലയിപ്പിക്കാൻ കഴിയുന്ന അത്രമാത്രം ശുദ്ധനും ഭക്തനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഭഗവാൻ കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ആ ഒരു കൃപയുണ്ടെങ്കിൽ ഇഷ്ടാനുസരണം കൊടുക്കാനും കിട്ടും. അതുകൊണ്ട് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഇവരെ സന്തോഷമാക്കി വിട്ടു. അപ്പം ഇനി അവരുടെ ദുഃഖമുണ്ടോ? അപ്പോൾ എന്താ ഒരു ദുഃഖം തീർത്തത്? ആ ഉദ്ധവർ വിചാരിച്ചപ്പോൾ ഭഗവാന്റെ കഥകളും എല്ലാം കേട്ട് നമ്മൾ ഇതുപോലെ ചെയ്യണം. നമുക്ക് വിഷമമുണ്ടോ? എനിക്ക് അന്ന് പാകതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്നും ഒരു പിടിവെള്ളി ഇല്ലാതായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഞാൻ എവിടെ പോട്ടെന്നായി. അങ്ങനെയാണ്. ഇതൊക്കെ അന്നേ എൻ്റെ കയ്യിൽ ഇവിടെങ്ങും വന്ന പുസ്തകമൊന്നും അന്ന് ഇങ്ങനെ ഒന്നും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിങ്ങനെ വഴിയേ ഇങ്ങനെ പുസ്തകം വേണോ എന്ന് പറഞ്ഞ് ചോദിച്ചു പോകുന്നു. അങ്ങനെയാണ് ഞാൻ ഭാഗവതം വാങ്ങിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് എന്തെന്നില്ലാത്ത വെപ്രാളം, എനിക്കൊരു ആശ്രയം ഇല്ലാത്തതുപോലെ. ഇവിടെ സർവ്വതം ഉണ്ട്, പക്ഷേ എനിക്കെന്തോ ഇല്ലാത്തതുപോലെ. അങ്ങനെ എനിക്ക് കിട്ടി. അതുപോലെ ഇവിടെ ഉദ്ധവർ വന്ന് ഇവർക്കും കൊടുത്തു, ഉപദേശങ്ങളെല്ലാം കൊടുത്തു, അവരുടെയും വിഷമം മാറി. ഉപശ്ലോകോ ഉൽപ്പത്തി, അത് നമുക്ക് അല്പം വായിക്കാം. അതങ്ങ് വായിച്ചു പോകാം. നമ്മുടെ എന്താ എൻ്റെ ഇത് പറയാം, ഈ നമ്മൾ അംഗരാഗം കൊടുത്തല്ലോ, സൈരന്ധ്രി കുബ്ജ, പേര് സൈരന്ധ്രി എന്നാ. അവിടെ ഭഗവാൻ ചെല്ലാന്ന് ഏറ്റിട്ടുണ്ടായിരുന്നല്ലോ. ഭഗവാൻ വന്ന കാര്യമൊക്കെ നടത്തിയിട്ട് അവിടേക്ക് ചെല്ലും എന്ന് പറഞ്ഞതനുസരിച്ച് അവിടേക്ക് പോകുന്നതാണ്. ഇങ്ങനെ വാണിയിടുന്ന കാലമങ്ങ് ഒരു ദിനം മംഗലൻ മധുവൈരിയാകിയ ദാമോദരൻ പുഷ്കര വിലോചനയാകിയ സൈരന്ധ്രി തൻ ദുഃഖത്തെ കളയണമെന്നോർത്ത് ഉദ്ധവനോടും ചെന്ന് സൈരന്ധ്രി തൻ്റെ മന്ദിരമകമ്പുക്ക് ഉദ്ധവനങ്ങ് ചെന്നതിന് ശേഷം ഭഗവാൻ ഒരു കൂട്ട് വേണമല്ലോ. അതുകൊണ്ട് ഉദ്ധവരോട് അങ്ങ് ചെന്നപ്പോൾ ഒരു ദിവസം സൈരന്ധ്രയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടോ? അംഗരാഗം കംസനെ കൊണ്ടുപോയ അംഗരാഗം ഭഗവാന് നൽകി. കുബ്ജയുടെ കൂന് മാറ്റി, കാല് ചവിട്ടി ബലപ്പിച്ച്, താടിയല്ലി പിടിച്ചൊരു പൊക്ക് പൊക്കി, പെടലിക്ക് കൂടെ ഒരു കൈ പിടിച്ച് അങ്ങനെ സുന്ദരിയാക്കി. ആ കുബ്ജ പറഞ്ഞു ഭഗവാൻ അവരുടെ വീട്ടിൽ ചെല്ലണം, അപ്പോൾ ഞാനൊരു കാര്യസാധനണ്ട് വന്നതാണ്, അത് കഴിഞ്ഞാൽ ചെന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അവിടേക്ക് പോകുന്നതാണ്. കൃഷ്ണനെ കണ്ട നേരം ഏറ്റവും സന്തോഷമായി തൃഷ്ണാലജ്ജയാ വേഗം സാംഭ്രമ സമന്വിതം തൽസഖീ ജനത്തോടും സത്വനം എഴുന്നേറ്റ് ചിരുസ്വരൂപനെ എതിരേറ്റിട്ടങ്ങ് അത്യാദരാൽ പാദക്ഷാളനം ചെയ്തു മുഖശുദ്ധിയും ചെയ്യിച്ചാതിനായകനെയും നല്ലൊരു ശയ്യതന്മേൽ മല്ലലോചന വസിപ്പിച്ചുടൻ പുറംപുക്ക് നല്ലനാ ഉദ്ധവനെ പൂജിച്ചു സൈരന്ധ്രിയും.
അങ്ങനെ ചെന്നപ്പോൾ സൈരന്ധ്രി എന്ത് ചെയ്തു? ഭഗവാൻ മന്ദിരം അകമ്പുക്കപ്പോൾ കൃഷ്ണനെ കണ്ടു പെട്ടെന്ന് സന്തോഷം കൊണ്ട് തൃഷ്ണ ലജ്ജയ എല്ലാം ഉണ്ട്. എന്തെന്നറിയാൻ മേത്ത ലജ്ജയും ഉണ്ട്, ആഗ്രഹവും എല്ലാം കൊണ്ട് സംഭ്രമം ഉണ്ട്. അല്ല സഹീജനത്തോട് അവിടെ കൂട്ടുകാരുണ്ട്, അവിടെ ആ സ്ത്രീക്ക് സഖികളുണ്ട്. ആ ജനത്തോടും പെട്ടെന്ന് എഴുന്നേറ്റ് ചിൽസ്വരൂപനെ എതിരേറ്റ് ഭഗവാൻ വരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങി വന്ന പാട് ചെന്ന് എതിരേറ്റ് കൊണ്ടുവന്ന് ആദരവോട് കൊണ്ടുവന്ന് പാദക്ഷാളനം ചെയ്ത്, അതായത് പാദം കഴുകി മുഖശുദ്ധിയും ചെയ്യിച്ച് ആദ്യ നായകനെയും നല്ലൊരു ശയ്യ തന്മേൽ, നല്ലൊരു ശയ്യയിൽ ഒരു കിടക്കുന്ന ശയ്യ കട്ടിൽ നല്ലതെന്ന് വെച്ചാൽ എന്താണ്? അത്രമാത്രം നല്ലത്. ശയതന്മേൽ മല്ലലോചന ഈ സുന്ദരി വസിപ്പിച്ചുടൻ പുറമ്പുക്ക് നല്ലനാം ഉദ്ധവനെ പൂജിച്ചു സൈരന്ധ്രിയും ഭഗവാനെ ഇങ്ങനെല്ലാം ഇരുത്തിയിട്ട് കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി അതെല്ലാം ചെയ്ത് ആദരവോട് എല്ലാം ചെയ്ത് നല്ല ശയതന്മേൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്തു? പിന്നീട് പുറമ്പുക്ക് അതിനുശേഷം നല്ലനാം ഉദ്ധവനോടല്ലേ ചെന്നത്. അപ്പോൾ ആദ്യമേ ഭഗവാൻ തന്നെ പൂജിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഭഗവാനെയാണ് എവിടെ എപ്പോഴും ആദി നായകനാണ് പരമാത്മാവ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ വീട്ടിലായാലും എവിടെയായാലും പ്രാർത്ഥിക്കുമ്പോഴും ഒരു വീട് നേരം വെളുത്ത് എണീക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ ഭഗവാൻ പരമാത്മാവിനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം, പിന്നെ മതി മറ്റ് കാര്യങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇന്ന് ഒരുപാട് പേർക്കും അത് അറിയത്തില്ല. അവർ വീട്ടുകാർ മുന്നേ നോക്കിയിട്ട് സമയവും സന്ദർഭമൊക്കെ നോക്കി എപ്പോഴെങ്കിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അതിനേക്കാളും നമ്മൾ മനസ്സുണ്ടെങ്കിലും ഭഗവാനേന്നൊന്ന് ചിന്തിച്ച്, നമുക്ക് ജോലി ഒരുപാടുണ്ട് കൃഷ്ണ നാരായണ, എങ്കിലും ഭഗവാനോട് അല്പകുശലമൊക്കെ എന്ന് പറഞ്ഞ് ഒരു ഭഗവാനെ കൃഷ്ണ നാരായണ, ഇന്നലെ വരെ നല്ല സുഖമായിരുന്നു, രാത്രി നല്ല ഉറക്കമായിരുന്നു, അവിടുത്തെ അനുഗ്രഹം ഇനിയും ഇങ്ങനെ നാളെ നീളെ നിൽക്കണമേ, എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് നന്ദിയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് സന്തോഷിക്കുമ്പോൾ നമുക്ക് പിന്നെ എല്ലാം ഭയക്കണോ? ഭഗവാൻ അപ്പോഴേ പിന്നെ സന്തോഷമായിട്ട് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ വൈകുന്നേരം? പിന്നെ നമുക്ക് വൈകിട്ട് പിന്നെ സന്ധ്യാതാകുമ്പോൾ പിന്നായാലും മതി. ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഭഗവാനെ ചിന്തിച്ചാൽ മതി, പൂജയായിട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സന്ധ്യയ്ക്ക് സമയം പോലെ ഇരുന്ന് വേണ്ടുന്നതെല്ലാം ചെയ്താൽ മതി. ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പം ഭഗവാനെ ഓർക്കുക. അതുകൊണ്ട് ഈ നല്ലനാം ഉദ്ധവനെയും വീണ്ടും പൂജിച്ചു സൈരന്ധ്രി. അപ്പോൾ ആദ്യമേ രണ്ടുപേരും ഒന്നിച്ച് ചെന്നു. ആരെയാണ് രണ്ടുപേരും ഒന്നിച്ചാണോ ഈ സൈരന്ധ്രി ചെയ്തത്? അത്രമാത്രം അറിവ് അവിടെ ഉദ്ധവർക്കൊന്നും തോന്നൂല. കാരണം ഉദ്ധവരും ഭഗവാനെ പൂജിക്കുന്നേ, അതുകൊണ്ട് ഉദ്ധവർക്കൊന്നും തോന്നിയില്ല. ചിലർക്കൊന്നും ഈ രണ്ടുപേരും ഒന്നിച്ച് വന്നതല്ലേ, രണ്ടുപേരും ഒന്നിച്ച്. പക്ഷെ ഭഗവാൻ വേണമെങ്കിൽ ചിന്തിക്കും, എന്നെക്കാൾ, കാരണം കുചേലൻ അത്രമാത്രം സ്നേഹമാണ് ഭക്തനോട്. ഭക്തനെ മുമ്പേ സ്നേഹിച്ചതും ഭഗവാൻ ഒരു വിഷമം വരത്തില്ല. ഉദ്ധവരെ മുമ്പേ പൂജിച്ചെന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ഒന്നും വരത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരനെ തന്നെ മുന്നേ ചെയ്യണം. അതാണ്. അങ്ങനെ ഉദ്ധവനെ പൂജിച്ചു സൈരന്ധ്രിയും വസ്ത്ര അനുലേപനാദി ഭൂഷണങ്ങളെ കൊണ്ട്, വസ്ത്രങ്ങളും ലേപനങ്ങളും എല്ലാം കൊണ്ട് എത്രയും മേന്മേൽ അലങ്കാരങ്ങൾ ചെയ്തു. പിന്നെ ചെമ്പകമലർ നല്ല മാലതി കുന്തമാല്യം, ചെമ്പകപ്പൂക്കളും നല്ല എന്താ പറയുക മുല്ലപ്പൂക്കളും ഇമ്പമായി വിളങ്ങിയുടെ മുത്തുദാമങ്ങളാൽ നല്ല മുത്തുമാലകളും നന്നായി അലങ്കരിച്ച് ആയതിൽ നല്ല, എനിക്കിത് സംസാരിക്കുമ്പോൾ ആയതിൽ, അതായത് നന്നായി ഇതൊക്കെ മുത്തുമാലകളും ഈ മാലതി കുന്തമാല്യം, അതായത് ചെമ്പക പുഷ്പവും മുല്ലപ്പൂവും കൊണ്ടുള്ള മാലകളും ഇമ്പമായി വിളങ്ങുന്ന മുത്തുദാമങ്ങളാലും നല്ല മുത്തുമാലകളാലും നന്നായി അലങ്കരിച്ചിട്ട് അതായത് മണം, നല്ല മണമുള്ള വസ്തുക്കൾ, നല്ല ചന്ദന കർപ്പൂരാദി. അപ്പം ചന്ദനവും കർപ്പൂരവും ധൂപവും ഗന്ധമൊക്കെ എന്താണ്? മണമുള്ളതല്ലേ. അങ്ങനെ നമുക്ക് പഞ്ചലങ്കാര പൂജ ഭഗവാൻ ചെന്നപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന് കൊടുക്കുന്ന എന്തൊക്കെയാ? ചന്ദന കർപ്പൂരാദി ധൂപഗന്ധങ്ങൾ, ഗന്ധം, ചന്ദനം, ധൂപം, ചന്ദനത്തിരിയുടെ ധൂപം, കർപ്പൂരം, ചന്ദനം, അങ്ങനെയുള്ള പുഷ്പം, ജലം, ഇതൊക്കെയാണ് ഭഗവാൻ കൊടുക്കുക. അപ്പം എന്ത് മനസ്സിലാക്കണം? ആ ഭക്തയുടെ ഒരു ചിന്ത. അതോ നമ്മളൊക്കെ ആണെങ്കിലോ എന്ത് കൊടുക്കും ഭഗവാൻ വന്നാൽ? നമ്മൾ വിചാരിക്കും ആഹാരം, കഞ്ഞിയോ ചോറോ ചായയോ ഇതൊക്കെ കൊടുക്കും. പക്ഷേ പരമാത്മാവായ ഈശ്വരനെ ആ സൈരന്ധ്രി എന്താ ചെയ്തത്? പിന്നെ നന്നായി എന്തൊക്കെ ചെയ്ത്? ചെമ്പകമലർ നല്ല മാലതീ കുന്തമാല്യം. ഇതെല്ലാം ഇതിൽ കിടക്കുമ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് എന്താ മക്കളെ ഇതൊക്കെ ചെയ്യാത്തതെന്നാ? എല്ലാം ഇതിലുണ്ട്. അല്ലാതെ കഞ്ഞിയും കറിയും ചോറും ഒന്നും അല്ല ഭഗവാന് കൊടുത്തത്. അതൊക്കെ പിന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഭഗവാനെ പൂജിച്ചതാണ് ആദ്യമേ. അത് ചിന്തിക്കണം. നമ്മളും ഇതുപോലെ ചെയ്യണം. നമുക്ക് ഭഗവാന് പഴം, പാല്, പുഷ്പം, ഗന്ധം, ധൂപം, ദീപം, ഇതൊക്കെ ജലഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളെല്ലാം നമുക്കും കൊടുക്കണം ദിവസേന. ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരു അല്പം തുളസിയെങ്കിലും. ഇതൊക്കെ നമ്മൾ എനിക്ക് ഈ ഇത് കർപ്പൂരം കത്തിക്കും, പക്ഷേ ഈ പുക എൻ്റെ തൊണ്ടയ്ക്ക് നാമം ചെല്ലാൻ പറ്റത്തില്ല. പുക തൊണ്ടയിൽ കയറിയ ചന്ദനത്തിരിയുടെ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളുകൊണ്ടേ ചന്ദനത്തിരി കത്തിക്കത്തില്ല. അതുകൊണ്ട് ഇമ്പമായി വിളങ്ങിയുടെ മുത്തുധാമങ്ങൾ, നല്ല മുത്തുമാലകളും ചെമ്പകവും മുല്ല കൊണ്ടുള്ള പൂക്കളുള്ള മാലകളും നന്നായി അലങ്കരിച്ചിട്ട് നല്ല നല്ല മണമുള്ള എന്തൊക്കെയാ, ചന്ദനം, കർപ്പൂരം, ആദി എന്ന് വെച്ചാൽ എല്ലാം. ആദി എന്ന് വെച്ചാൽ ജല, ഗന്ധ, പുഷ്പ, ധൂപ, എല്ലാം കൂടെ എന്തൊക്കെ ഉണ്ടോ അതിവിടെ പാലോ പഴമോ ഒക്കെ ആകാം. ചന്ദന കർപ്പൂരാദി ധൂപതി ഗന്ധങ്ങളാലും പൂർണ്ണകുംഭങ്ങൾ, രത്നദീപങ്ങൾ, സ്വർണ്ണ പാത്രം വർണ്ണത്തെ പൂണ്ടുള്ളൊരു ദർപ്പണജാലങ്ങൾ, സ്വർണ്ണപാത്രം വർണ്ണത്തെ പൂണ്ടുള്ളൊരു ദർപ്പണജാലങ്ങളും. ദർപ്പണം വെച്ചാൽ കണ്ണാടിയാ, ദർപ്പണം ജാലം കൂട്ടം, ദർപ്പണജാലം എല്ലാം കൂടെ ഇതെല്ലാം കൂടെ ആകുമ്പോൾ കൂട്ടങ്ങളാണ്, ഇതെല്ലാം കൂടെ ചേർന്നത്. നന്നായി വിളങ്ങിയിടും നല്ലൊരു മണിയറ, എല്ലാം കൊണ്ട് ആ മണിയറ അത്ര ശോഭിതയായി. തന്നുള്ളിൽ വിളങ്ങിയിടും മാധവ സമീപത്ത് സുന്ദരി ചെന്നിടിനാൾ വിഭ്രമ ലജ്ജാന്വിതം. വിഭ്രമമുണ്ടവർക്ക്, ലജ്ജയുണ്ട്. ഇതെല്ലാം കൊണ്ട് നല്ലൊരു മണിയറയൊക്കെ ഒരുക്കി ഭഗവാനെ പൂജിച്ച് നമ്മുടെ വീട്ടിൽ പ്രത്യേക പൂജാമുറി ഉണ്ടെങ്കിൽ നമ്മളങ്ങനെയല്ലേ, അതന്നെ അവിടെ അന്ന് ഭഗവാന് ജീവനുണ്ടായിരുന്നു, പുറമേ ശരീരം ഉണ്ടായിരുന്നു. നമുക്കിപ്പം ഭഗവാന്റെ ശരീരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു മുറി ഉള്ളവർക്ക് മുറിയിൽ വെച്ച് നമ്മളിങ്ങനെ ഒരുക്കി നന്നായിരുത്തി നല്ല എന്താ പറയുക ഇതെല്ലാം കൊടുത്ത് നമ്മളെ കൊണ്ടൊക്കെ നമ്മളും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. അന്ന് ഭഗവാന് ശരീരം ഉള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്ത്, അതിനെന്താ കുറ്റം? അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കി നമ്മളും ചെയ്യണം. അങ്ങനെ സുന്ദരി ചെന്നിടിനാൾ അടുത്ത് ഭഗവാന്റെ സമീപത്ത് ഇതെല്ലാം അങ്ങനെയെല്ലാം ഒരുക്കി നല്ലൊരു മണിയറയും ഉണ്ടാക്കി തന്നുള്ളിൽ. അപ്പം ഉള്ളിൽ വിളങ്ങിടുന്ന കിടക്കുന്നത്, നന്നായി വിളങ്ങിയിടും നല്ലൊരു മണിയറ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അവരുടെ ഉള്ളത്തിൽ നിന്നാണ്, തന്നുള്ളിൽ വിളങ്ങിയിടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളത്തിലാണ് ഈ മണിയറയെന്ന്. ഇതിനകത്ത് ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. അല്ലാതെ ഒരു പ്രത്യേക മുറിയെ നമ്മൾ ചിന്തിക്കണ്ട. ഇതെല്ലാം വെച്ച് പൂജിച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളത്തിൽ മണിയറയും എല്ലാം തന്നുള്ളിൽ ഉണ്ടായി വിളങ്ങിടും. മാധവ സമീപത്ത് ഭഗവാൻ അവിടെ ഉള്ളത്തിൽ സമീപത്ത് വെച്ചാൽ അവിടെ ഉള്ളത്തിൽ വിളങ്ങി. ഇതെല്ലാം ചെന്നപ്പോൾ സുന്ദരി ചെന്നിടിനാൾ വിഭ്രമ ലജ്ജാന്വിതം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പുറമേ പറഞ്ഞെങ്കിൽ അവർ അത്ര ഭക്തയാണ്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം വെച്ച് പൂജിക്കുന്നത്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും അയ്യോ ഭഗവാനെ വന്നല്ല ഞാൻ ചായ ഇടട്ടെ, അല്ലെങ്കിൽ ഇതെടുക്കട്ടെ അതെടുക്കട്ടെ അവർ അല്ലാത്തതിന് ഇത് ഭഗവാൻ പരമാത്മാവിന് കൊടുക്കേണ്ട രീതി പൂജകർമ്മങ്ങൾ ഇതൊക്കെയാണ് ചെയ്ത് അവിടെ ഉള്ളിൽ ഇങ്ങനെയെല്ലാം ചെയ്ത് ദർപ്പണജാലങ്ങളും നന്നായി വിളങ്ങിയിടും നല്ലൊരു മണിയറ. അപ്പം നന്നായി വിളങ്ങിയിടുന്നൊരു മണിയറ തന്നുള്ളിൽ വിളങ്ങിയിടും. അതെല്ലാം കൂടെ വന്ന് പാടെ ഉള്ളത്തിലും വിളങ്ങി. മാധവ സമീപത്ത് സുന്ദരി ചെന്നിടിനാൾ വിഭ്രമ ലജ്ജാനിത. അപ്പോൾ ഭഗവാൻ അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇരുത്തി പൂജിച്ച് സൽക്കരിച്ച് അതായത് പാദം കഴുകി എല്ലാം ചെയ്ത് എടുത്ത്. പക്ഷേ ഇവരിതെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളത്തിൽ എന്തുവന്നു? പ്രകാശം ഉണ്ടായി. അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഉള്ളിൽ വിളങ്ങിയിടും. അങ്ങനെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടാണ് എവിടോട്ട് ചെല്ലുന്നത്? ഭഗവാനെ പൂജിച്ചിരുത്തിയ അടുത്തേക്ക് ചെല്ലും. സമീപത്തേക്ക് എങ്ങനെ ചെന്നു? ഉള്ളത്തിൽ പ്രകാശമായിട്ടാണ് ഈ സൈരന്ധ്രി ചെല്ലുന്നത്. എന്നിട്ട് എങ്ങനെ ചെല്ലുന്നത്? സുന്ദരി ചെന്നിട്ട് വിഭ്രമ ലജ്ജാന്വിതം. വിഭ്രമമുണ്ട്, ലജ്ജയുമുണ്ട്. തന്നുള്ളിൽ അനുരാഗ സൗഖ്യം മന്ദാക്ഷത്തോടും അവരുടെ ഉള്ളത്തിൽ അനുരാഗവും ഉണ്ട്. മന്ദഹാസവും കൊണ്ട് മാധവൻ എഴുന്നേറ്റ് സുന്ദരിയുടെ കരം പിടിച്ച മോദത്തോടും മെത്തമേൽ അവളെയും ഇരുത്തി മൃദുവാക്യം ഉത്തമ സൗജന്യ ലീല ആകൃതിയോടും കൃഷ്ണൻ ചിത്താനന്ദത്തോട് അവൾ തന്നോട് രമിച്ചതു. ഈ ഗോവസ്തുകൾ എങ്ങനെയായിരുന്നു രാസകലീലയിൽ രമിക്കുക എന്ന് പറയുന്നത്? അതുപോലെ തന്നെ അവരും ഭഗവാനോട് ലയിച്ചു ചേർന്നു. എന്നുവെച്ചാൽ അവിടെ ഭഗവാന് ഭക്തരോട് എങ്ങനെയാ ഭക്തയുടെ ഉള്ളത്തിൽ എങ്ങനെയാണ് അവിടെ ഉള്ളത്തിൽ പരമാത്മാവിനെ ഇരുത്തി അവർ വിളങ്ങി പ്രകാശിച്ചും കൊണ്ടാണ് അവിടേക്ക് ലജ്ജ കൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നത്. അവർ ഇതെല്ലാം ചെയ്തപ്പോൾ അവിടെ ഉള്ളത്തിലങ്ങ് പ്രകാശമായി. അപ്പോൾ ഭഗവാനോട് അടുത്ത് ചെന്ന് ഇതെല്ലാം ഭഗവാനും പിടിച്ച് അവരെ അവിടെ ഇരുത്തി ഒരു ലജ്ജ കൂടാതെ ഭഗവാൻ നല്ലൊരു ഉത്തമയായൊരു ഭക്ത എങ്ങനെയാണ് അതുപോലെ അവിടെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? മെത്തമേൽ അവളെയും ഇരുത്തി മൃദുവാക്യം നല്ല സുന്ദരമായ മൃദുലമായ വാക്കുകൾ പറഞ്ഞ് ഉത്തമ സൗജന്യ ലീലാകൃതിയോടും ഉത്തമമായിരിക്കുന്ന സൗജന്യ ലീലാകൃതി ഭഗവാന്റെ കളികൾ എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ വാക്യങ്ങൾ നല്ല നല്ല സംസാരങ്ങൾ നല്ല വാക്കുകൾ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്ത് ചിത്താനന്ദത്തോടെ അവൾ തന്നോട് അങ്ങനെ ചിത്തം മനസ്സാണ് രമിക്കുന്നത്.
ഭഗവാൻ പറഞ്ഞ് അവരുടെ മനസ്സിപ്പം എങ്ങനെ ഉദ്ധവർ ഗോപസ്ത്രീകളെ എല്ലാം പറഞ്ഞ് ആനന്ദിപ്പിച്ച്, അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ ഉദ്ധവരെ അവർ പൂജിച്ചു മാനിച്ചു. കാരണം എന്താ, കേട്ടപ്പോൾ അവരെ രമിച്ചു. എന്നുവെച്ചാൽ ഭഗവാനിൽ ലയിക്കുന്ന രീതിയിലാണ് ഉദ്ധവർ ഉപദേശങ്ങൾ കൊടുത്തത്. ഇവിടെ കൃഷ്ണൻ നല്ല നല്ല ഉത്തമമായിരിക്കുന്ന സൗജന്യമായിരിക്കുന്ന ലീലാകൃതിയോടും മൃദുവാക്യവും എല്ലാം കൊടുത്ത് നന്നായി അവരെ സ്നേഹത്തോടെ പിടിച്ചടുക്കൽ ഇരുത്തി ചിത്താനന്ദത്തോടെ അവൾ തന്നോട് രമിച്ചു. മനസ്സിനാണ് ആനന്ദം കൊടുത്തത്. അങ്ങനെ രമിച്ചതു. ചിത്തത്തിൽ ആനന്ദവും വളർന്നു. സൈരന്ധ്രിയും അവരുടെ ഉള്ളത്തിൽ ആനന്ദവും വന്നു. അതായത് പരമാത്മാവിൽ ലയിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ സൈരന്ധ്രിയും തന്നുള്ളിൽ ആഗ്രഹങ്ങളുള്ളവയെല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? പിന്നെ അവരുടെ ഉള്ളത്തിൽ ആഗ്രഹങ്ങളുണ്ട്. അവരുടെ ഉള്ളത്തിൽ എന്താണ് ആഗ്രഹം? ഒരു ഭക്തയാണെങ്കിലും ഇപ്പോൾ ഒരു സന്യാസി, പിന്നെ സാക്ഷാത്കാരം നേടിയ ഒരു സന്യാസി വിവാഹം കഴിച്ചു. അതിപ്പോൾ എനിക്ക് ഉദാഹരണം പറയാം. എൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഭഗവാൻ പരമാത്മാവായ ഈശ്വരൻ ഉള്ളത്തിലായി സാക്ഷാത്കാരം നേടി വിവാഹം കഴിച്ചു. അതുകൊണ്ട് ഭാര്യയും മക്കളും ഉണ്ടായി. അപ്പോൾ അത് അവിടെ തെറ്റാണോ? അതുപോലെ ഇവർക്ക് ഭഗവാന്റെ ശിഷ്യയായി, അത്രമാത്രം ഹൃദയത്തിൽ ലയിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ? അത് അവിടെ സാധിക്കുന്നതിന് ഭഗവാൻ അവിടെ അതിനകത്ത് അജ്ഞാനങ്ങൾ ഇടേണ്ട കാര്യമില്ല. നല്ല രീതിയിലുള്ള ഭക്തനും ഒരു ഭക്തയും ഭഗവാന്റെയും ഗുണമുള്ള ഒരു കുട്ടി വന്നാൽ അത് ലോകം തിളങ്ങുന്ന ഒരു കുട്ടിയായിരിക്കും. അതുകൊണ്ട് ചിത്തത്തിൽ ആനന്ദവും വളർന്ന സൈരന്ധ്രിയും തന്നുള്ളിൽ ആഗ്രഹങ്ങളുള്ളവയെല്ലാം ചെയ്തു. അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ അതും കൊടുത്തു. സുന്ദരി തന്നെ ആഗ്രഹം എങ്ങനെ അറിയുന്നു? അപ്പോൾ ഈ സുന്ദരിയുടെ ആഗ്രഹം എങ്ങനെ അറിയുന്നു എന്ന് അവരുടെ ഉള്ളത്തിലെ ആഗ്രഹം ഭഗവാൻ അറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. ആനന്ദാത്മകൻ സുഖവിഗ്രഹൻ നിർവാണതനായ അവനോട് രമിച്ചതിനാൽ ചൊല്ലേണമോ. അപ്പോൾ ഭഗവാൻ ഇവരുടെ ആഗ്രഹം എങ്ങനെ അറിയുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ആനന്ദാത്മകനായ ഭഗവാൻ സുഖവിഗ്രഹനാണ്. സുഖത്തിൻ്റെ ശരീരമാണ് ഭഗവാൻ. ആ ഭഗവാൻ നിർവാണതനായവനോട് അത് മോക്ഷപ്രദനായവനോട് രമിച്ചതിനാൽ ചൊല്ലേണമോ. അപ്പം മോക്ഷത്തിൻ്റെ രീതിയിലാണ് ഇവിടെ രമിച്ചേക്കുന്നത്. ലയം, ആനന്ദ നിർവൃതി, അങ്ങനെ അതിൻ്റെ കാര്യം അങ്ങനെ രമിച്ചതിനാൽ ചൊല്ലേണമോ. അതുപോലെ ആയി. മാധവൻ പിന്നെന്ത് ചെയ്തു? കൃഷ്ണൻ എന്നത് ഉള്ളത്തിൽ അറിയാതെ മാധവൻ തനിക്ക് അംഗരാഗത്തെ കൊടുക്കയാൽ സുന്ദരിയായി വന്നു സൈരന്ധ്രി അവൾ. പിന്നെ തന്നുള്ളിൽ സുഖം പൂണ്ടത് എത്രയോ അത്യത്ഭുതം. സൈരന്ധ്രിക്ക് ഭഗവാൻ ആരെന്ന് അറിഞ്ഞിട്ടല്ല അംഗരാഗം കൊടുത്തതെന്ന്. അംഗരാഗം ഭഗവാൻ ചോദിക്കുന്നത് ഭഗവാൻ ആരാണെന്നൊന്നും സൈരന്ധ്രിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പോകെ ഈ സൈരന്ധ്രി അറിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇത്രയും പൂജിച്ചത്. പിന്നെ പഞ്ചലങ്കാര പൂജ കൊണ്ട് ഭഗവാനെ പൂജിച്ചതെല്ലാം പരമാത്മാവാണെന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ. അതിനുമുമ്പ് അംഗരാഗം കൊടുത്തപ്പോൾ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു. ഭഗവാൻ അതുപോലെ പോവുകയും ചെയ്തു. ഭഗവാൻ അവരുടെ ആനന്ദത്തിൽ അവരെ രമിച്ചു. മാധവൻ കൃഷ്ണൻ തന്നുള്ള ഉള്ളത്തിൽ അറിയാതെ, മാധവൻ ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളത്, ഭഗവാൻ ആരാണെന്നുള്ളത് ഈ സൈരന്ധ്രിക്ക് അറിയാതെ മാധവൻ തനിക്ക് അംഗരാഗത്തെ കൊടുക്കയാൽ അറിയാതെ കൊണ്ടാണ് അംഗരാഗം കൊടുത്തത്. എന്നിട്ട് സുന്ദരിയായി വന്നു. എങ്ങനെയാ? കൂനൊക്കെ മാറി. അന്ന് തന്നെ ഭഗവാൻ അവരുടെ കൂനൊക്കെ മാറ്റി. അങ്ങനെ സുന്ദരിയായി വന്ന് ഉള്ളവും സുന്ദരിയാ. അപ്പോൾ ആകവും പുറവും അവർ സുന്ദരത്വമുള്ളവരാ. സുന്ദരിയായി വന്നു സൈരന്ധ്രി അവൾ. പിന്നെ തന്നുള്ളിൽ സുഖം പൂണ്ടത് എത്രയും അത്യത്ഭുതം. അതുകൊണ്ട് ഇത്രയും ഉള്ള ഒരു സുന്ദരിയായ സൈരന്ധ്രിക്ക് അവരുടെ ഉള്ളത്തിൽ സുഖം പൂണ്ടത് അത്ഭുതമാണോ? അത്രയ്ക്ക് സുന്ദരിയല്ലേ? അകവും പുറവും ഭഗവാനെ അവർക്ക് അറിയാൻ പറ്റി ആരാണെന്ന്. ഇന്നുള്ള സ്ത്രീകൾക്ക് ആർക്കും അറിയാൻ പറ്റൂ? എന്താ അറിയാൻ പറ്റത്? അവർക്ക് അതിൻ്റെ ജ്ഞാനമുണ്ട്. എല്ലാവർക്കും ആ ജ്ഞാനമില്ല. ഒരു പുരുഷനെ കാണുമ്പോൾ അത് എങ്ങനെയുള്ള പുരുഷനാണെന്ന് ഒരു സന്യാസിയെ കണ്ടാൽ കള്ളസന്യാസിയാണോ യഥാർത്ഥമാണെന്ന് അറിയണമെങ്കിൽ നമ്മളിലും കുറച്ച് വാസന വേണം. അതുകൊണ്ട് സൈരന്ധ്രി ഭക്തയായിരുന്നു. അതുകൊണ്ട് ഭഗവാനെ മനസ്സിലായി. അതുകൊണ്ട് എന്തുവന്ന് ഭഗവാൻ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. എന്നിട്ട് തന്നുള്ളിൽ സുഖം പൂണ്ടത് എത്ര അത്യത്ഭുതം. അവർ നന്നായി സുഖം പൂണ്ട്. സർവാത്മാവീശൻ വിഷ്ണു കൃഷ്ണൻ എന്നല്ല ഇപ്പോഴും സർവാർത്ഥങ്ങളാൽ പൂജിക്കുന്നവർക്ക് ഇനി എന്തേ? അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ, ഈ ഈശനെ, വിഷ്ണുവിനെ, കൃഷ്ണൻ എന്ന എല്ലായ്പ്പോഴും സർവാർത്ഥങ്ങളാൽ പൂജിക്കുന്നവർക്ക് ഇനി എന്തേ? സർവാർത്ഥങ്ങളാൽ. ഇതൊരു വല്ലാത്തൊരു വാക്കാണ്. സർവാർത്ഥങ്ങളാൽ പൂജിക്കുന്നവർക്ക് എന്താ? അവർ അംഗരാഗം കൊടുത്തു. ഭഗവാൻ ചെന്നപ്പോൾ ഭഗവാൻ നല്ല ശയ്യയിൽ പാദശാളനവും മുഖങ്ങളൊക്കെ കഴുകി.
നല്ല ഇരിപ്പിടങ്ങളെല്ലാം കൊടുത്ത് പൂജിച്ചു സൽക്കരിച്ചു. വേണ്ടുന്ന എന്തൊക്കെയാ എല്ലാം ആദി എന്ന് വെച്ചാൽ എന്താ, പൂജ ജലവും ഗന്ധവും പുഷ്പ ധൂപ ആദികളെന്ന് വെച്ചാൽ എന്താ, എന്തെല്ലാം അവിടെ ഉണ്ടോ അങ്ങനെയുള്ളതെല്ലാം വെച്ച് പൂജിച്ചു. ഇതെല്ലാം ചെയ്തപ്പോൾ ഭഗവാൻ സർവാർത്ഥങ്ങളാൽ, അപ്പോൾ ഭഗവാന് എല്ലാം കൊണ്ടും നമ്മൾ പൂജിക്കണം. നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മളെ കയ്യിലുള്ളത് അത് ഭഗവാന് നിവേദിക്കണം. അതാണ് ഇവിടെ അവർ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ സർവ്വ അർത്ഥങ്ങളാൽ പൂജിക്കുന്നവർക്ക് ഇനി എന്തേ. അപ്പോൾ അവരുടെ ഉള്ളം അത്രത്തോളം പ്രസാദിക്കത്തില്ലയോ. ഭഗവാന് നമ്മൾ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ എന്താ, ഒരു ഗ്ലാസ് പാലാണോ ഒരു ചായയാണോ, നമ്മൾ ചായ ഇട്ടതാണെന്ന് നമ്മൾ നല്ലതുപോലെ പൊങ്കാലയ്ക്ക് ഇടുന്ന പോലെ നല്ല പാത്രത്തിൽ നന്നായി തേച്ച് മിനുക്കി കഴുകിയിട്ട് നല്ല ഗ്ലാസ്സും ഒക്കെ അതിനകത്ത് വെച്ചിട്ട് നമ്മൾക്ക് ആ ചായ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് പറയുക. ഞാൻ രാവിലെയും വൈകിട്ടും എൻ്റെ ഭഗവാൻ നേദിച്ചിട്ടേ ഞാൻ കുടിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതല്ല, ഉപ്പിട്ട ചോറൊക്കെ നമ്മൾ ഉരുട്ടുമ്പോൾ ഭഗവാനെ വിചാരിച്ചങ്ങ് കഴിക്കും. ഇത് ഭഗവാനുള്ള ചിന്തയിലും കഴിക്കും. എന്നിട്ട് ഞാൻ എനിക്കെന്താ വല്ല ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് ഭഗവാൻ പട്ടിണിയാവാൻ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചല്ല ഭഗവാനെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കും. ഞാൻ കഴിച്ച കണ്ണന് തന്നില്ലല്ലോ പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും അതിന് പകരം. അങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ അറിയില്ലല്ലോ, അതുകൊണ്ട് പറയുന്നത്. ഇതൊക്കെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ ചെയ്യുന്നത്. എനിക്കാരും പറഞ്ഞു തന്നല്ല, എൻ്റെ ഉള്ളത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ആയതാ. അതുകൊണ്ട് സർവ്വ അർത്ഥങ്ങളെല്ലാം കൊണ്ട് പൈസയാണെങ്കിലും ഞാൻ പറയത്തില്ലയോ, എൻ്റെ കയ്യിൽ ആരും പൈസ തന്നാൽ എൻ്റെ മോള് ചിലപ്പം എനിക്ക് മാസം 5000 രൂപ എൻ്റെ പുറമെയുള്ള ചിലവിന് ഇങ്ങനെ വല്ല പാലോ അതോ ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ തരും. അപ്പോൾ അതും ഞാൻ ഭഗവാനെ മോള് എനിക്ക് തന്നതാണ് എന്നുകൊണ്ട് ഭഗവാനെ കാണിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവെക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്തും സർവ്വ അർത്ഥങ്ങളാൽ പൂജിക്കുക എന്നാ പറയാ. അപ്പോൾ എന്തുണ്ടെങ്കിലും ഭഗവാനെ കാണിച്ചു കൊടുക്കുക, കാണിക്കുക, കഴിക്കേണ്ടതാണെങ്കിൽ കഴിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എന്താ പറയുക, അങ്ങനെ പൂജിക്കുന്നവർക്ക് ഇനി എന്താവശ്യങ്ങളായെല്ലാം എല്ലാം ഇല്ലാതെ ഉണ്ടോ, സർവ്വതും കൊടുക്കും, നമുക്ക് വേണ്ടുന്നതെല്ലാം തരും. പിന്നെ ആനന്ദാത്മകനോട് ഒന്നിച്ച് സൈരന്ധ്രി അങ്ങനെ ഭഗവാനോട് അങ്ങനെ അവർ ഒന്നിച്ച് അങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ആനന്ദാത്മകനോട് ഒന്നിച്ചു സൈരന്ധ്രി. ഒന്നിച്ചെന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുപേരും ഒന്നായി തീർന്നു. എന്നിട്ട് ആനന്ദം പൂണ്ട് രമിച്ചങ്ങനെ വസിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞു, ഭഗവാനോട് കഴിഞ്ഞു. ആദ്യമേ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പരമാത്മാവായി അവർ പൂജിച്ചു ഉള്ളത്തിലാക്കി അങ്ങനെ രസിച്ചു രമിച്ചു കഴിഞ്ഞപ്പോൾ ഭാഗ്യമങ്ങുണ്ടാകയാൽ മുക്തിയെ നൽകിയിടുവാൻ ആനന്ദാത്മാവിനെ ഒന്നിച്ച് സൈരന്ധ്രിയും ആനന്ദം പൂണ്ട് രമിച്ച് അങ്ങനെ വസിക്കുമ്പോൾ ഭാഗ്യം അങ്ങുണ്ടാകയാൽ മുക്തിയെ നൽകിയിടുവാൻ യോഗ്യനാഥൻ തന്നോട് ഇത്തരം ചൊന്നാളവൾ. അങ്ങനെ ഭാഗ്യം ഉണ്ടാകയാൽ മുക്തിയെ നൽകിയിടുവാൻ യോഗ്യനാണ് ഭഗവാൻ. അങ്ങനെ ആ ഭഗവാന്റെ എന്ന് വെച്ചാൽ ഭാഗ്യം ഉള്ളവർക്ക് മുക്തി കിട്ടും. അങ്ങനെ മുക്തിയെ നൽകിയിടുവാൻ ആര് യോഗ്യൻ? ഭഗവാൻ. അങ്ങനെ യോഗ്യനാം നാഥൻ തന്നോട് ഇത്തരം പറയുന്നു. എന്താ പറയുന്നത്? തന്നോട് ഇത്തരം ചൊന്നാളവൾ. അങ്ങനെയുള്ള ഭഗവാനോട്, എല്ലാവർക്കും മോക്ഷത്തെ കൊടുക്കുന്ന ഭഗവാൻ, ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഈശ്വരനെ അറിയും, ലയിക്കും, ഒന്നായി രമിച്ച് ഉള്ളത്തിലായി ഒന്നായി തീരും. അതിന് പറ്റിയ യോഗ്യനാണ് ഭഗവാൻ. അങ്ങനെയുള്ള നാഥനോട് ആ സൈരന്ധ്രി പറയുന്നു, കാമസുന്ദര കാന്ത മത്സഖ ഭവാൻ തന്നെ മാമകം പിരിഞ്ഞിരുന്നിടുവാൻ ശക്തിയില്ല. ഇത്രയെല്ലാം ആയപ്പോൾ ഇവർ പറയുന്നു, കാമസുന്ദര. അതെന്താ കാമ സുന്ദരൻ എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹങ്ങൾ അത്രമാത്രം അവർക്ക് ഭഗവാനോട് ഇഷ്ടം. അതുകൊണ്ട് കാമസുന്ദര കാന്ത. എന്താ കാന്തൻ വെച്ചാൽ മണവാളനെ പോലെ. സഹനുമാണ്. സുഹൃത്തെ ഭവാൻ തന്നെ മാമകം, ഭഗവാനെ എനിക്ക് പിരിഞ്ഞിരുന്നിടുവാൻ ശക്തിയില്ല. ഇത്രയും കുറച്ച് ദിവസം തങ്ങി ഇങ്ങനെല്ലാം നന്നായി പൂജിച്ചൊക്കെ ഇനി എനിക്ക് പിരിയാൻ ശക്തിയില്ല ഭഗവാനെ. മാമകം എൻ്റെ ഉള്ളത്തിൽ നിന്ന് എനിക്കിനി ഇല്ല. ഗോപസ്ത്രീകൾ എങ്ങനെയാ പറയാം അതുപോലെ. കാന്ത മമ സഖ മത്സഖ, എൻ്റെ സഖാവേ, എൻ്റെ സുഹൃത്തെ, കൂട്ടുകാരാ, ഭവാൻ തന്നെ, ഭവാനെ എനിക്ക് എൻ്റെ ഉള്ളത്തിൽ മാമകം, എനിക്ക് പിരിഞ്ഞിരുന്നിടുവാൻ ശക്തിയില്ല. എനിക്ക് ഭഗവാനെ പിരിയാൻ ഇനി പറ്റുകയില്ല. ആകയാൽ ഇനിയും ചില ദിനം എന്നോട് കൂടി മകരധ്വജ ലീല കൊണ്ട് വാഴണം ഭവാൻ. എന്താ കാമലീല? മകരധ്വജ ലീല വെച്ചാൽ ഇനിയും ഭഗവാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ വാഴണം. മകരധ്വജ ലീല കൊണ്ട് വാഴണം ഭവാൻ. കാമലീലകൾ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു. എനിക്കിനി പിരിഞ്ഞു പോകാൻ പറ്റുകയില്ല.
സന്ദേഹം അതിനില്ലെന്ന് ഔവണ്ണം എന്നും കൃഷ്ണൻ സുന്ദരിയോടും തത്രവാണിതു ചിലതിന് അങ്ങനെ ഭഗവാനും അത് ഒരു സംശയം കൂടാതെ അങ്ങനെ തന്നെ ആകട്ടെ എന്നും പറഞ്ഞ് കുറച്ച് ദിവസം കൂടി അവിടെ കഴിഞ്ഞു. കൊണ്ട നേർവർണ്ണം തനിക്കക്കാലം സൈരന്ധ്രിയിൽ ഉണ്ടായാൻ ഉപശ്ലോകൻ എന്നൊരു ചാരുപുമാൻ, സുന്ദരനായ ഒരു പുമാൻ. എങ്ങനെ ഉണ്ടായാൻ ഉപശ്ലോകൻ എന്നൊരു അതായത് സംഖ്യയില്ലാതെ ശാസ്ത്രം ഗ്രഹിക്കുന്ന ഒരു നല്ലൊരു എന്താ പറയാ, ഉപശ്ലോകം അത്ര കീർത്തിമാനാ. അതാ ചില യോഗം കിടക്കും. അത് നമ്മൾ മാറ്റിട്ട് കാര്യമുണ്ടോ? പിന്നെ അങ്ങനെ മഹാത്മാക്കൾക്ക് തന്നെ അറിയാം, ചില സമയം ചില സന്ദർഭങ്ങൾ നല്ല ലോകപ്രസിദ്ധനാവുന്ന ജനങ്ങൾക്കെല്ലാം അംഗീകാരമുള്ള എല്ലാവർക്കും നന്മ എന്ന ചില ഇങ്ങനെ ജനനം കിടക്കും. അത് സംഭവിക്കണ്ടേ, അതിനൊരു നിമിത്തം വന്നു. അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, കുറച്ച് ദിവസം കൂടെ എന്നെ പിരിഞ്ഞു പോകരുത്, എനിക്കിവിടെ ഭഗവാന്റെ ലീലയിൽ ഇനിയും വാഴണം, സന്ദേഹം അതിനില്ലെന്നവണ്ണം ഭഗവാൻ പറഞ്ഞു. അത് ശരി, എന്താ അങ്ങനെ തന്നെ ആകട്ടെ, സുന്ദരിയോടും തത്രവാണിത്. അങ്ങനെ ഭഗവാൻ കുറച്ച് ദിവസം കൂടെ അവിടെ കഴിഞ്ഞു. കൊണ്ട നേർവർണ്ണം തനിക്ക് അക്കാലം. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, സൈരന്ധ്രിയിൽ ഉണ്ടായാനും ഉപശ്ലോകൻ എന്നൊരു ചാരുപുമാൻ, സുന്ദരനായ ഒരു കുട്ടി ജനിച്ചു. പേരെന്ത്? ഉപശ്ലോകൻ. സംഖ്യയില്ലാതെ ശാസ്ത്രം ഗ്രഹിക്കും മൂലം അവൻ സാഖ്യയോഗാചാര്യനെ വന്നെന്നറിഞ്ഞാലും അതാണ് സാഖ്യയോഗാചാര്യൻ. സംഖ്യയില്ലാതെ ശാസ്ത്രം ഗ്രഹിക്കുന്നതാണ്. അത്രമാത്രം കഴിവും ഗുണവും എല്ലാം ഉള്ള ഒരു പുമാൻ, സുന്ദരനായ ഒരു പുമാൻ. അത് സാധാരണ സൈരന്ധ്രയെ വേറൊരു പുമാനാണ് കെട്ടിയാൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമോ? അവർക്ക് അങ്ങനെ ഒരു കുട്ടിയുടെ യോഗം കിടന്നാൽ അത് ചെയ്യണ്ടേ? ഈ ലോകത്ത് എന്താണ് എങ്ങനെയാണെന്ന് വിധാതാവിന് അവരുടെ കർമ്മഫലമല്ലേ. സൈരന്ധ്രയ്ക്ക് ആ ഒരു യോഗം കിടന്ന്, ഭഗവാനും ആ ഒരു യോഗം കിടന്ന് ഇങ്ങനെ ഒരു പുമാൻ ഉണ്ടാകണമെന്ന് അവിടെ ആരും തർക്കിച്ചാൽ പറ്റുമോ? അവിടെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഈ ലോകം നന്നാവണ്ടേ? നല്ല നല്ല മഹാത്മാക്കൾക്ക് നല്ല നല്ല മക്കളുണ്ടാകുമ്പോൾ ലോകത്തിന് വീണ്ടും 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 നല്ലതായി ആരെങ്കിലും എന്തെങ്കിലും 4 അക്ഷരമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് ഒറ്റ ഉദാഹരണം, ഒന്നും പഠിക്കാതെ തന്നെ എന്തെങ്കിലും അല്പം ഒരക്ഷരമേ ഉള്ളെങ്കിൽ പോലും അത് അച്ഛനൊരു സന്യാസിയും അമ്മ ഒരു സന്യാസിനിയും ഒക്കെ ആയതുകൊണ്ടല്ലയോ ഇത്രയൊക്കെ എനിക്കും വന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോൾ എത്രമാത്രം ഈ പുമാൻ ഈ സംഖ്യ അനേകമായിട്ട് സംഖ്യയില്ലാതെ ശാസ്ത്രം ഗ്രഹിക്കുന്നേ. എന്താ ഗ്രഹിക്കുക? സ്വന്തമായി ഗ്രഹിക്കാനുള്ള കഴിവ്. എന്താണ് ഇപ്പം ഞാനത് പറയാൻ കാരണം, ഇതൊന്നും ഞാൻ പഠിക്കാതെ തന്നെ എന്തൊക്കെയോ പറയുന്നു. എന്താ പറയുന്നത് എനിക്കും അറിയില്ല. എങ്ങനെ കിട്ടി? ഒരു മഹാത്മാവിന് ജനിച്ചത് കൊണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാനത് പച്ചയ്ക്ക് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുട്ടിനാളിലെ നമ്മൾ ദൈവികം നമുക്ക് വേണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ അറിയണം. സാക്ഷാത്കാരം നേടിയിട്ട് വേണം നമ്മൾ വിവാഹം കഴിക്കാൻ. നമ്മൾ ആനന്ദം കൊണ്ട് നിറയണം. അത് പുരുഷനും വേണം, സ്ത്രീയും വേണം. പുരുഷൻ അങ്ങനെ അല്ലാതെ എന്ത് വരും? ആ പുരുഷനെ പോലുള്ള മക്കളായ ലോകം നശിക്കത്തേ ഉള്ളൂ. നല്ലൊരു പുരുഷനും ഒരു പുരുഷയും ഇന്ന് എല്ലാ വീടുകളിലും ഇങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നശിച്ചു, പ്രളയമൊക്കെ ആവാൻ പോകുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സമയം പോയി. ഇതൊക്കെ നേരത്തെ വേണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ലോകം നശിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് അറിയുമ്പോൾ നിങ്ങളും ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എന്താ, കൊള്ളാല കൃഷ്ണൻ അവിടെ ചെന്ന് അവിടെ കൊച്ചുണ്ടായോ? അങ്ങനെ ചിന്തിക്കല്ലേ മക്കളെ. ഇവിടെ സത്യവതിയിലും ഒക്കെ ഇപ്പോൾ തന്നെ വേദവ്യാസ മഹാമുനിയൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ഓരോരോ നല്ല നല്ല സമയങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മഹാത്മാക്കൾക്ക് അറിയാം. അപ്പോൾ നല്ല പുണ്യ പുരുഷന്മാരായ സ്ത്രീയോ പുരുഷനോ ജനിക്കും. അപ്പോഴാണ് 4 പേർക്കെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് നന്മയല്ലേ. അതേസമയം വെട്ടും കുത്തും അടിയും കൊല്ലക്കും ആണെങ്കിലോ എന്തായി? അതാണെന്ന് വേണ്ടുന്ന എല്ലാവർക്കും. ഇതൊന്നും ആർക്കും വേണ്ട. നന്മ വേണോ? ഇങ്ങനെയൊക്കെ വേണം. ആദ്യമേ തന്നെ കുട്ടിനാൾ തന്നെ ഈശ്വരാരാധനയിൽ തന്നെ മുഴുകിയിരിക്കണം. അപ്പോഴങ്ങനെ വന്നിട്ട് വേണം നമ്മളെ വിവാഹം കഴിക്കാൻ. അപ്പോഴും എന്തുവരും? ഈശ്വരനിൽ എപ്പോഴും കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരനെ ചിന്തിക്കും. എന്ത് കർമ്മത്തിലും ഈശ്വരനെ പൂജയായി ചെയ്യും. ഏത് കർമ്മവും, ഭാര്യാഭർത്ത കർമ്മമായാലും എന്തിലും നമ്മൾ ഈശ്വരനെ അർപ്പിച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളൊരു കുട്ടി ജനിക്കും. അങ്ങനെയാണ് ഇന്ന് ലോകത്ത് നന്മ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ എൻ്റെ പ്രായം ഇത്രയും, നിങ്ങളൊക്കെ ഇത് അറിയണം. അതുകൊണ്ടാണ് എനിക്കിതൊന്നും പറയുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ തന്നെ ഗ്രഹിക്കത്തുള്ളൂ. ഞാൻ തന്നെ ഗ്രഹിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്കത് പറഞ്ഞുതരാൻ നിങ്ങൾ അറിയൂ? നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നന്നാക്കുമോ? അപ്പം ഞാനത് പറയാതെ രഹസ്യമായിട്ട് വെച്ചേക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സന്തോഷം. ഇല്ല അങ്ങനെ ഇനിയെങ്കിലും നമുക്ക് മാത്രം പോരാ, ഇനി വരെ തലമുറ നന്നാവണം. അതിനുവേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ, നന്മ പ്രവർത്തിച്ചേ പറ്റൂ. കുട്ടികൾക്ക് നന്നായി എല്ലാം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നല്ല പാഠങ്ങൾ കൊടുക്കണം. ഇതൊക്കെ തന്നെ മതി. ഇതൊക്കെ അവരെ കൂടെ കേൾപ്പിച്ച് ഇതൊക്കെ നന്നാക്കി അവരെ പ്രാർത്ഥിച്ച്. ഇന്ന് പിള്ളേർക്ക് വിവാഹം വേണ്ടാതെ അത്രമാത്രം ലോകം നശിച്ചു.
കുഞ്ഞുങ്ങൾക്കിന്ന് കല്യാണം വേണ്ട, പെൺപിള്ളേർക്ക് വേണ്ട. കുറച്ച് നാൾ കഴിയുമ്പം ആൺപിള്ളേർ പറയും ഇനി ഞങ്ങൾക്ക് പെണ്ണും വേണ്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും അവസരം ഇങ്ങനെ അങ്ങ് ലോകം നശിച്ചു പോകണം. അതെന്താ കാരണം? പ്രവൃത്തി ദോഷമല്ലേ? കുട്ടികളെ ചൊവ്വന് പഠിപ്പിക്കാഞ്ഞിട്ടല്ലേ? അതല്ലേ രക്ഷകർത്താക്കളല്ലേ ഇതിനെല്ലാം കാരണം? രക്ഷകർത്താക്കളും അറിയില്ല, അവരുടെയും രക്ഷകർത്താക്കൾ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ലോകം നശിച്ച് നശിച്ച് ഇങ്ങനെ ഇവിടം വരെ എത്തി. ഇനി എന്തുണ്ടോ നശിക്കാൻ? എന്തെങ്കിലും ഉണ്ടോ? ഇനി ബാക്കി എന്താ ഉള്ളേ? ദുഃഖം മാത്രം. ഈ കര കയറാൻ ഇനി ഈ പ്രപഞ്ചത്തിൽ നിന്ന് കരകയറി പോകാൻ വലിയ പാടാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം പോയി. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.